സുഹൃത്തുക്കളെ, സാധാരണ ഒരു പുസ്തകത്തിൻ്റെ 100 വർഷം, നോവലിൻ്റെ 100 വർഷമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ആഘോഷിക്കാറുണ്ട്. പക്ഷേ മറ്റൊരു ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്ത ഒരു നോവലിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുക അത്യപൂർവമാണ്. ആ അപൂർവതയാണ് പാവങ്ങൾ വിവർത്തനത്തിൻ്റെ 100-ാം വർഷം കേരളത്തിൽ പല സ്ഥലങ്ങളിലായി ഇപ്പോൾ ആഘോഷിക്കപ്പെട്ടു വരികയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മാസികകളൊക്കെയും അവയുടെ കവർ സ്റ്റോറികൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതിൽ വന്ന ലേഖനങ്ങളിലൊക്കെയും മിക്കതും എല്ലാവരും വിക്ടർ ഹ്യൂഗോയുടെ നോവലിനെ കുറിച്ച് ആണ് കൂടുതൽ, വിവർത്തനത്തെക്കുറിച്ചല്ല പറയുന്നത്. എന്താണ് ഈ വിവർത്തനത്തിൻ്റെ പ്രാധാന്യം? ആ വിവർത്തനം എങ്ങനെയാണ് ആധുനിക മലയാളിയെ സൃഷ്ടിച്ചത്? പ്രത്യേകിച്ചും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ വിവർത്തനം കേരളത്തിലെ പുതിയ ഒരു തലമുറയെ തന്നെ സൃഷ്ടിച്ചു. ചിലരെ അത് കൂടുതൽ ഗാന്ധിയിലേക്ക് അടുപ്പിച്ചു, ചിലരെ അത് പിന്നീട് കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളുമാക്കി മാറ്റി. അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി. ഈ പാവപ്പെട്ടവരെ, വേശ്യകളെ, തെണ്ടികളെ, അങ്ങനെ സമൂഹത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ സ്നേഹപൂർവ്വം നമ്മൾ ആലിംഗനം ചെയ്യണമെന്നും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നും ജനങ്ങളെ പഠിപ്പിക്കാൻ വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കോ സമരങ്ങൾക്കോ കഴിഞ്ഞതിനേക്കാൾ ഈ ഒരൊറ്റ പുസ്തകത്തിന് കഴിഞ്ഞു. ആ പുസ്തകം ഇറങ്ങിയ നാൾ മുതൽ പിന്നീടത് 1950-കൾ മുതൽ അത് കേരളത്തിൽ ഉപപാഠ പുസ്തകമായി. അത് ഒരുപാട് പേരത് ഈ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ വിവർത്തനം മുൻനിർത്തി അതിനെ വളരെ ചെറുതാക്കി സംഗ്രഹിച്ച് എഴുതിയിട്ടുണ്ട്. എൻ കൃഷ്ണപിള്ളയാണ് 1958 ആദ്യം ഒരു സംഗ്രഹം തയ്യാറാക്കി. പിന്നെ എത്രയെങ്കിലും നേരത്തെ വിനോദ് സെൻ പറഞ്ഞ 1970-കളിൽ സ്കൂളിൽ പഠിച്ച ആളുകൾക്ക് 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലുമായിട്ട് 2 പാഠങ്ങൾ, 2-3 പാഠങ്ങളായിട്ട് ഈ ഴാങ്ങുഴാങ്ങിൻ്റെ കഥ പഠിക്കാനുണ്ടായിരുന്നു. ഈ നോവല് ഉണ്ടായത് വിക്ടർ ഹ്യൂഗോ നമ്മൾ ഇംഗ്ലീഷിൻ്റെ രീതികളല്ല പലപ്പോഴും ഫ്രഞ്ചിൻ്റേത്. ഫ്രഞ്ചിൽ പേരുകൾ ചേർത്താണ് പറയുക. നമ്മളത് ഇംഗ്ലീഷിലാണ് നമുക്ക് ശീലം എന്നുള്ളതുകൊണ്ട് നമ്മൾ വിക്ടർ ഹ്യൂഗോ എന്ന് പറയും. ഫ്രഞ്ചുകാർ പറയുന്നത് വിക്ടർ ഹ്യൂഗോ എന്നാണ്. വിക്ടർ ഹ്യൂഗോ എന്ന് ചേർത്ത് മാത്രമേ പറയൂ, ഈ നമ്മുടെ സംസ്കൃതത്തിലെ സമാസം പോലെ. രണ്ടാമത്, ഈ നോവലിന് മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ഈ ഫ്രഞ്ചിലെ പേര് ലെ മിസറാബിൾ എന്നാണ്. ലെസ് മിസറബിൾസ് എന്ന് എഴുതിയിട്ട് ഫ്രഞ്ചുകാരൻ എഴുതിയതുപോലെ വായിക്കുന്ന ഭാഷയല്ല ഫ്രഞ്ച്. നമുക്കുണ്ടാ പ്രശ്നം, നമ്മൾ ചിഹ്നം എന്ന് എഴുതിയിട്ട് ചിഹ്നം എന്നല്ലേ വായിക്കുക. അതുപോലെ ലെസ് മിസറബിൾസ് എന്ന് എഴുതുകയും ലെ മിസറാബിൾ എന്ന് വായിക്കുകയും ചെയ്യും. ഈ നോവൽ ഏത് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ, പ്രത്യേകിച്ച് യൂറോപ്യൻ ഭാഷകളിലെല്ലാം അതിൻ്റെ പേര് ലെ മിസറാബിൾ എന്ന് തന്നെയാണ്. ആരും അതിനെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പോലും മാറ്റിയിട്ടില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മാത്രം ദ റച്ചഡ് എന്നാക്കി, നിന്ദിതർ എന്നുള്ള അർത്ഥത്തിൽ. മലയാളത്തിലത് പാവങ്ങൾ എന്ന പേരിലാണ് നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്തത്. ഈ നോവലിന് മലയാളികളുടെ ഇടയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ചെറുകഥാകൃത്തായ NS മാധവൻ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. മാധവൻ പറഞ്ഞു, വിക്ടർ ഹ്യൂഗോയുടേതെന്ന് പറയപ്പെടുന്ന നാലപ്പാട്ട് നാരായണ മേനോൻ്റെ പാവങ്ങൾ, അതാണ് മലയാളി അത് വിക്ടർ ഹ്യൂഗോയുടെ എന്ന് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല. നമ്മളെ സംബന്ധിച്ചത് ആരുടേതാണ്? അത് നാലപ്പാട്ട് നാരായണ മേനോൻ്റെതാണ്. 1925 ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ വാല്യം പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരണത്തിന് വലിയൊരു ചരിത്രം ഉണ്ട്. അതിനു മുമ്പ് ഈ നേരത്തെ പാലോട് രവി സൂചിപ്പിച്ചില്ലേ, ഈ ഫ്രഞ്ച് സാഹിത്യത്തിന് എന്താ ഇത്ര സ്വാധീന ശക്തി? ഈ ഇംഗ്ലീഷ് ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് ഉള്ള രാജ്യങ്ങളിൽ പോലും നമുക്ക് പരിചയമില്ലാത്ത ഈ ഭാഷയാണ് പലപ്പോഴും നമ്മുടെ സാഹിത്യത്തെ വളർത്തിയത്. അത് മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. 1958 ഫ്രാൻസിലെ സാംസ്കാരിക മന്ത്രി ആന്ദ്രേ മാൽറോ എന്ന് പറഞ്ഞ വലിയ നോവലിസ്റ്റായിരുന്നു. ഫ്രാൻസിലെ സാംസ്കാരിക മന്ത്രി പലപ്പോഴും ആകുക നാട്ടിലെ വലിയ എഴുത്തുകാരൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ മന്ത്രിയായിരുന്ന ആന്ദ്രേ മാൽറോ വലിയ നോവലിസ്റ്റാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന നോവലിസ്റ്റ്. അദ്ദേഹം 1958 ഡൽഹി സന്ദർശിച്ചു. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ചില സാംസ്കാരിക വിനിമയങ്ങൾ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം ആ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കണ്ടു. പാർലമെൻറ്റിലെ തൻ്റെ ഓഫീസിൽ നെഹ്റു അദ്ദേഹത്തെ സ്വീകരിച്ചപ്പോൾ അത് തൻ്റെ ആൻറ്റി മെമ്മയേഴ്സ് എന്ന് പറഞ്ഞ ആത്മകഥയിൽ ഈ നെഹ്റുവിനെ കണ്ട രംഗം ആന്ദ്രേ മാൽറോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ട ഉടൻ തന്നെ മാൽറോയോട് നെഹ്റു പറഞ്ഞു, മാൽറോ 20 വർഷം മുമ്പാണ് നമ്മൾ മുമ്പ് കണ്ടത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റിനെ ജവഹർലാൽ നെഹ്റുവിന് പരിചയമുണ്ട്. അതായിരുന്നു ഈ പഴയ രാഷ്ട്രീയത്തിൻ്റെ വലിയ ഗുണം. എഴുത്തുകാരെയൊക്കെ അറിയാം. ഇപ്പം നമ്മൾ കാണുന്നു, ഇപ്പം നിങ്ങൾ മന്ത്രിയായിരിക്കുന്നു, സന്തോഷം. ഇന്ത്യക്ക് ഫ്രാൻസ് എന്ന് പറഞ്ഞ വിപ്ലവമാണ്.
ആ വാക്ക് ആദ്യം വിപ്ലവം എന്ന് പറഞ്ഞ ആശയം ഞങ്ങൾ ഇന്ത്യയിൽ ആദ്യം ഇത് മനസ്സിലാക്കിയത് സ്വാമി വിവേകാനന്ദനാണ്. റവല്യൂഷൻ എന്ന് പറഞ്ഞ ആശയം മനസ്സിലാക്കിയതിന് ശേഷം സ്വാമി വിവേകാനന്ദൻ ഇടയ്ക്കിടെ ആ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാർക്ക് ഏറ്റവും പരിചയമുണ്ടായിരുന്നു, ഇന്ത്യക്കാർ ഏറ്റവും അധികം വായിച്ച പുസ്തകം വിക്ടർ ഹ്യൂഗോയുടെ ലേ മിസറാബിൾ ആണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് നെഹ്റു എന്നോട് ചോദിച്ചു എന്ന് മാൽറോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 30കളിലും 40കളിലും ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തെ, ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ മുഖത്തെ രൂപപ്പെടുത്തുന്നതിൽ ഈ പുസ്തകം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം വായിച്ചത് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുൾപ്പെടെ 16-17 വയസ്സിൽ ആ പുസ്തകം നാലപ്പാട്ട് നാരായണ മേനോനിൽ കയ്യിൽ നിന്ന് നേരിട്ട് വില കൊടുത്ത് വാങ്ങി വായിച്ച ഒരാളാണ് EMS നമ്പൂതിരിപ്പാട്. നേരിട്ട് പുസ്തകം ആഗ്രഹിച്ചു പോയി വാങ്ങിയാൽ നാലപ്പാടനെ അടിച്ചേൽപ്പിച്ചതാണ്. അടിച്ചേൽപ്പിച്ചപ്പോൾ EMS ഇഷ്ടക്കേട് കൊണ്ട് വാങ്ങി. പിന്നെ അത് വായിച്ച് പിന്നീട് എന്നെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയ ഗുരുഭൂതനാണ് നാലപ്പാട്ട് നാരായണ മേനോൻ. അന്ന് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന സമയം. പിന്നീട് എന്നെ കമ്മ്യൂണിസത്തിലേക്കും സോഷ്യലിസത്തിലേക്കും നയിച്ചത് പാവങ്ങളുടെ വായനയാണെന്ന് EMS നമ്പൂതിരിപ്പാടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേർക്കും പാവങ്ങളിലെ കഥ അറിയാം. അതാണ് പാവങ്ങൾ എന്ന് പറഞ്ഞ നോവലിൻ്റെ പ്രത്യേകത. അത് വായിക്കാതെ തന്നെ അതിൽ ആ കഥാപാത്രത്തെ നമുക്കെല്ലാവർക്കും അറിയാം. വിനോദൻ ആദ്യമേ കുറച്ച് കഥ പറഞ്ഞു, പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഈ കഥ ശരിക്കും തുടങ്ങുന്നത്, ഞാനൊരല്പം കഥ പറഞ്ഞ വിരോധമുണ്ടോ? അധിക സാഹിത്യം പറയുന്നതിനേക്കാൾ കഥ പറയുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത്. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നു. എല്ലാ വിപ്ലവങ്ങളുടെയും, അതായത് രാജാധിപത്യങ്ങളെ അട്ടിമറിച്ച് ജനങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കാമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ ആദ്യത്തെ സംഭവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. അതുകൊണ്ട് ലോകത്ത് പിന്നീട് നടന്ന എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളും ഫ്രഞ്ച് വിപ്ലവത്തെയാണ് മാതൃകയാക്കിയത്. അത് സ്വാതന്ത്ര്യം, സമത്വം എന്നീ സാഹോദര്യം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അതുവരെ രാജാവും മതവും പള്ളിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷേ വിപ്ലവം ആദ്യഘട്ടത്തിൽ കുഴപ്പമില്ലാതെ പോയെങ്കിലും പിന്നീട് വിപ്ലവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പരാജയപ്പെടുകയും ഭരണം പതുക്കെ സർവാധിപത്യത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ ഫ്രഞ്ച് പട്ടാളത്തിലെ സാധാരണ സൈനികരിൽ നിന്ന് വലിയ പടനായകനായി ഉയർന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് വലിയ, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക മേധാവി, ഏറ്റവും വലിയ ചക്രവർത്തിമാരിൽ ഒരാളിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചു. ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായി നെപ്പോളിയൻ ആരെന്നറിഞ്ഞുകൂടാത്ത ആളുകളും നെപ്പോളിയൻ എന്ന് പറഞ്ഞ ആ പേര് കേട്ടാൽ തന്നെ മനസ്സിലാക്കും ഇതെന്തോ ഒരു വലിയ സംഭവമാണ്. അങ്ങനെ നെപ്പോളിയൻ യൂറോപ്പ് മുഴുവൻ കീഴടക്കി. നെപ്പോളിയൻ്റെ ഫ്രഞ്ച് പട നീങ്ങുമ്പോൾ തന്നെ യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളും വിറയ്ക്കാൻ തുടങ്ങി. നെപ്പോളിയന് മുന്നിൽ വീണു. രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ നെപ്പോളിയനെ സ്നേഹിച്ചു. സാധാരണ സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ച ആളാണ് അദ്ദേഹം സ്വയം എംപററായി പ്രഖ്യാപിച്ചിട്ടും രാജ്യത്തെ ജനങ്ങളും ബുദ്ധിജീവികളും വിമർശകരുമെല്ലാം നെപ്പോളിയൻ്റെ ആരാധകരായിരുന്നു. പക്ഷേ എല്ലാ നെപ്പോളിയന്മാർക്കും, എല്ലാ സർവാധിപതികൾക്കും ഒരു ദിവസം വിധി ഒരുക്കി വെച്ചിട്ടുണ്ട്. ചരിത്രത്തിന് അങ്ങനെ ഒരു വലിയ വൈരുദ്ധ്യം ഉണ്ട്. എല്ലാ സർവാധിപതികളെയും അതിങ്ങനെ വളർത്തിക്കൊണ്ടേ ഇരിക്കും. ഒരു ദിവസം ചരിത്രം അതിൻ്റെ കടുത്ത വിധിന്യായം നടപ്പിലാക്കും. അത് അവസാനം ഇംഗ്ലീഷുകാരുടെ നേതൃത്വത്തിലുള്ള പട്ടാളം നെപ്പോളിയനെ പരാജയപ്പെടുത്തും. നെപ്പോളിയൻ ഒരു വലിയ അബദ്ധം കാണിച്ചു. അദ്ദേഹം റഷ്യ കീഴടക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം മോസ്കോയിലേക്ക് മാർച്ച് ചെയ്തു, സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് കീഴടക്കുന്നതിന് വേണ്ടി. പക്ഷേ അതിഭീമമാം വിധം വലിപ്പമുള്ള അതിഭയാനകമായ മഞ്ഞുകാലമുള്ള ഒരു രാജ്യത്തേക്ക് ഫ്രഞ്ച് പട്ടാളം അങ്ങോട്ട് പോയി തിരിച്ചു വരാൻ പറ്റിയില്ല. അപ്പോഴേക്കും റഷ്യൻ മഞ്ഞുകാലം തുടങ്ങി. റഷ്യൻ പട്ടാളം ശക്തിയുള്ള പട്ടാളമൊന്നും ആയിരുന്നില്ല. പക്ഷേ അവർ പോയ വഴിക്ക് അവരുടെ എല്ലാ ഗ്രാമങ്ങളും തീവച്ചിട്ടാണ് പിൻവാങ്ങിയത്. ഫ്രഞ്ച് പട്ടാളത്തെ ഭയപ്പെട്ടാണ് പോയത്. പക്ഷേ എല്ലാ ഗ്രാമവും തീവച്ചു. എല്ലാ കൃഷിയും കിടക്കാനുള്ള എല്ലാം നഷ്ടപ്പെട്ടു. റഷ്യ കീഴടക്കിയിട്ട് തിരിച്ചു വരുന്ന ഫ്രഞ്ച് പട്ടാളം ഈ കൊടും മഞ്ഞിൽ ചത്തൊടുങ്ങി. നെപ്പോളിയൻ്റെ പരാജയം അവിടെയാണ് തുടങ്ങിയത്. മോസ്കോയിലേക്ക് മാർച്ച് ചെയ്യരുതെന്നൊരു പഴഞ്ചൊല്ല് തന്നെ പിന്നീട് പ്രചരിക്കുകയുണ്ടായി. അദ്ദേഹം നാട് കടത്തപ്പെട്ടു. സെയിൻറ്റ് ഹെലേന എന്ന ദ്വീപിലേക്ക് അദ്ദേഹം പോയി. അവസാനത്തെ അദ്ദേഹത്തിൻ്റെ യുദ്ധമായിരുന്നു വാട്ടർലൂവിൽ നടന്നത്. വാട്ടർലൂ ഒരു ശൈലിയാണ്. ഒരാളുടെ വാട്ടർലൂ എന്ന് പറഞ്ഞാൽ അയാളുടെ അന്തിമ പരാജയത്തിൻ്റെ സ്ഥലമാണ്. ഈ വാട്ടർലൂ ഫ്രാൻസിലല്ല, ശരിക്ക് അത് ബെൽജിയത്തിലാണ്. ബെൽജിയത്തിലൊരു ചെറിയ പട്ടണമാണെന്ന് വാട്ടർലൂവിൽ നടന്ന യുദ്ധത്തിൽ അന്തിമമായി നെപ്പോളിയൻ പരാജയപ്പെട്ടു. യൂറോപ്പിൻ്റെ രാഷ്ട്രീയ ചരിത്രം മുഴുവൻ മാറി. ഈ വാട്ടർലൂ യുദ്ധം നടന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് 19 കൊല്ലം മുമ്പ് ഒരു റൊട്ടിക്കഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ തടവിൽ കിടന്ന ഴാങ് വൽഴാങ് എന്ന് പറഞ്ഞ
ആൾ, ജീൻ വാൽജീൻ എന്ന് നമ്മൾ പറയുന്നത്. അത് വിക്ടർ യൂഗോ പേരിടാൻ കാര്യം ജീൻ എന്ന് പറഞ്ഞ പേര്, അല്ലെങ്കിൽ ഴാങ് എന്ന് ഫ്രഞ്ചുകാർ ഉച്ചരിക്കുന്ന ജീൻ. നമ്മുടെ നാട്ടിൽ അപ്പു എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരു പേരാണ്. കേരളത്തിൽ എവിടെ പോലും രണ്ട് അപ്പു വെച്ച് കാണും. കുട്ടിക്കും വലുതിനും എല്ലാം ഉള്ള ഒരു കോമൺ നെയിം, ഒരു കോമൺ മാനാണ് ഇയാളെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും സർവ്വസാധാരണമായ ഒരു പേര് ആ കഥാപാത്രത്തിന് നൽകിയത്. അയാൾ വിമോചിക്കപ്പെടുന്നു. ഈ യുദ്ധരംഗത്തിൻ്റെ കഥ പിന്നീടാണ് വിക്ടർ യൂഗോ പറയുന്നതെങ്കിൽ ഈ യുദ്ധരംഗത്തിൽ നിന്നിൽ ഒരു നാടകീയ രംഗത്ത് നിന്നാണ് ഈ കഥ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. നെപ്പോളിയൻ്റെ പട്ടാളത്തിലെ ഒരു വലിയ ജനറലായിരുന്നു പോങ്മെർസി എന്നു പേരുള്ള ഒരാൾ. ഈ പോങ്മെർസി ഫ്രാൻസിലെ വലിയ കുടുംബങ്ങൾ, പ്രഭു കുടുംബങ്ങളിൽ ഒന്ന് വളർന്ന ആളാണ്. അദ്ദേഹം യുദ്ധത്തിൽ മരിക്കാറായി കിടക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഏത് നിമിഷവും മരിക്കാം. ആ സമയത്ത് യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്ന ശവങ്ങൾക്കിടയിലുള്ള മോഷണം നടത്താനായിട്ട് ഒരു പെരുങ്കള്ളൻ അതുവഴി പോകുന്നുണ്ട്. അയാൾ ഇങ്ങനെ വീണ് കിടക്കുന്ന പട്ടാളക്കാരിങ്ങനെ പിടിച്ചു നോക്കും, ശവം നോക്കിയിട്ട് അതിലെന്തെങ്കിലും വിലപിടിപ്പുള്ളതുണ്ടോ, സ്വർണ്ണമോതിരമുണ്ടോ, അതൊക്കെ ഊരിയിടും. അങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു കൈ അയാളെ വന്ന് പിടിച്ചു. അത് പോങ്മെർസിയുടെ കൈയാണ്. അയാൾ പതുക്കെ കൈ വലിച്ചുയർത്തിയെടുത്തിട്ട് അതിൽ ആ കയ്യിലുണ്ടായിരുന്ന ഒരു പോക്കറ്റിലൊരു ഘടികാരം ഉണ്ടായിരുന്നു, അത് പോക്കറ്റിലാക്കി. പിന്നെ ഒരു ചെറിയ സ്വർണ്ണപ്പതക്കം ഉണ്ടായിരുന്നു, അതിലൊരു ചെറിയ പണസഞ്ചി ഉണ്ടായിരുന്നു, ഇതും കയ്യിലാക്കി. മറ്റേ മനുഷ്യന് ബോധമില്ല. അപ്പോൾ ആ കിടന്ന പോങ്മെർസി വിചാരിച്ചത് ഇയാൾ എന്നെ രക്ഷിക്കുകയാണ് എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്നെ രക്ഷിച്ചതിന് നന്ദി. എൻ്റെ പേര് ഓർമ്മ വയ്ക്കൂ, പോങ്മെർസി എന്നാണ്. ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളിലൊന്നേ. അയാൾ മരിച്ചു. അയാളുടെ പണം മോഷ്ടിച്ച് തെനാർദിയർ എന്ന പേരുള്ള ഈ മനുഷ്യൻ സ്ഥലം വിടുന്നു. നോവലിൽ കുറച്ച് കഴിഞ്ഞ് ഇത് വരുന്നത്. പക്ഷേ ഈ നോവലിലെ മുഴുവൻ സംഭവങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു പ്രിയാമ്പിളാണിത്. ആ യുദ്ധം കഴിയുന്നു. വാട്ടർലൂവിൽ നെപ്പോളിയനെ എല്ലാവരും മറക്കുന്നു. രാജാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. പഴയ ബുർബോങ് രാജവംശം ഫ്രാൻസിൽ വീണ്ടും ഭരണം തുടങ്ങി. അതോടുകൂടി ഫ്രാൻസിൽ അസ്വസ്ഥത തുടങ്ങി. വീണ്ടും ഈ രാജാവ് തിരിച്ചു വന്നു. ഈ ഭരണം നമുക്ക് ആവശ്യമില്ല. അതിനെതിരെയുള്ള ഒരുപാട് വിപ്ലവ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള രഹസ്യ സംഘടനകൾ പാരീസിലെങ്ങും ഇങ്ങനെ രഹസ്യമായി പ്രവർത്തിച്ചു തുടങ്ങി. പാരീസ് ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. എവിടെയും തെണ്ടിച്ചക്കന്മാരാണ്. എവിടെയും കുട്ടികളിങ്ങനെ യാചിച്ച് നടക്കുകയാണ്. വേശ്യാവൃത്തി അതിരൂക്ഷമായി കഴിയും. ഈ അവസരത്തിലാണ് ഴാങ് വാൽജാങ് എന്ന് പറഞ്ഞ മനുഷ്യൻ 25 വയസ്സ് തികഞ്ഞിട്ടില്ല, 24 വയസ്സുള്ളപ്പോഴാണ് അയാളൊരു വിറക് വെട്ടുകാരനായിരുന്നു. ഈ വിറക് വെട്ടിയിട്ട് മഞ്ഞുകാലം വന്നപ്പോൾ പണിയില്ലാതായി. ദാരിദ്ര്യം കൊണ്ട് സഹിക്കാൻ വയ്യ. ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും ആരെന്ന് അറിഞ്ഞുകൂടാ, പണ്ടേ മരിച്ചുപോയി. ഈ സഹോദരിക്ക് 7 മക്കളുണ്ട്. മൂത്ത കുട്ടിക്ക് 8 വയസ്സാണ്, ഇളയ കുഞ്ഞിന് 1. അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്ന കാലത്ത് നല്ല നിലയിൽ ജീവിച്ചു, ഭർത്താവ് മരിച്ചുപോയി. ഈ കുഞ്ഞുങ്ങളൊക്കെ പട്ടിണിയാണ്, കരയുകയാണ്. എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. രാത്രി അയാൾ ഒരു ബേക്കറിയുടെ ചില്ല് തകർത്തിട്ട്, ജനൽ ചില്ല് തകർന്ന് ഒരു റൊട്ടി ഇങ്ങനെ എടുത്തതും ആ ബേക്കറിക്കാരൻ ഓടി വന്ന് ഇയാളെ ഓടിച്ചിട്ട് പിടിച്ചു അയാളെ കോടതി ഹാജരാക്കി. അയാൾ പറഞ്ഞൊന്നും ആരും കേട്ടില്ല. നിയമം വളരെ കണ്ണില്ലാതെ തന്നെ, നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതാണല്ലോ നമ്മുടെ നാട്ടിലെ പ്രധാന പറയുക. അത് അതിൻ്റെ വഴിക്ക് പോവുകയും ഇയാളെ 5 വർഷം കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. കഠിന തടവെന്ന് പറഞ്ഞാൽ പൂജപ്പുര സെൻട്രൽ ജയിലിലേതുപോലുള്ള ആധുനിക ജയിൽ സംവിധാനമൊന്നുമല്ല. ഗാലിയിലാണ്. ഗാലി എന്ന് പറയുന്നത് കപ്പൽ, പായ്ക്കപ്പൽ. ഈ പായ്ക്കപ്പലിൽ തുഴയാനുള്ള തണ്ട് വലിക്കലാണ് ഈ കഠിന തടവിന് വിധിക്കപ്പെട്ട ഹാർഡ് ലേബറിനാണ്. ആദ്യമേ കഴുത്തിലൊരു ചങ്ങലയിട്ട്, ആ ചങ്ങലയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോയത് കഴുത്തിൽ ചങ്ങലയിട്ട് തൂലോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 27 ദിവസം ഒരു പോണിക്കുതിര ഭരിക്കുന്ന വണ്ടിയിലാണ്. 27 ദിവസം ഈ വണ്ടിയിൽ കുലുങ്ങി അവിടെ ചെന്ന് കഴുത്തിലെ ചങ്ങല അഴിച്ചു മാറ്റി കാലിൽ ചങ്ങലയിട്ടിട്ടാണ് വള്ളത്തിൽ ഈ കപ്പലിൽ കയറ്റുക. അങ്ങനെ 5 കൊല്ലം അനുഭവിക്കണം. അവിടെ ചെന്ന ഉടൻ തന്നെ ഒരു ചുവന്ന ഉടുപ്പ്, മേൽക്കുപ്പായം, അതായത് മുട്ടുവരെയുള്ള ഒരു കുപ്പായം, വേറെ ഒന്നുമില്ല, താഴേക്കൊന്നുമില്ല. മഞ്ഞുകാലത്തും ചൂടുകാലത്തും എല്ലാം ഈ വേഷമിട്ട് ഈ തണ്ട് വലിച്ചുകൊണ്ട് കാലിൽ ചങ്ങലയിട്ട് പൂട്ടിയിരിക്കും. അയാളുടെ പേര് പോലും മാഞ്ഞുപോയി എന്നാണ്. ആ വസ്ത്രം ഇട്ടതോടുകൂടി അയാളുടെ എല്ലാം അയാൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ് വിക്ടർ യൂഗോ എഴുതുന്നത്. അയാളുടെ പേര് അയാളുടെ പേര് പോലും മാഞ്ഞുപോയി. ഴാങ് വാൽജാങ് എന്ന പേരിന് പകരം അയാളുടെ പേര് 24,601 എന്നായി മാറി. 24,601 എന്നുള്ള തടവുള്ളി ഖൈദീൻ നമ്പർ 24,601 എന്നാണ്. ഈ നമ്പർ ഇട്ടതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. വിക്ടർ യൂഗോ ജനിച്ച 1802 ഫെബ്രുവരി 29-ാം തീയതിയാണ്. പക്ഷേ വിക്ടർ യൂഗോ എപ്പോഴും വിശ്വസിച്ച് 1801 ജൂൺ 24-ാം തീയതിയാണ് എന്നെ ഗർഭം ധരിച്ചത്. ആ ദിവസമാണ് ഞാൻ യഥാർത്ഥത്തിൽ ജനിച്ചതെന്ന് പറയുന്നത്, എന്നെ ഗർഭം ധരിച്ച ദിവസം. അതുകൊണ്ട് അതായത് 24/6/1801, അതിൻ്റെ നമ്മൾ എഴുതുമ്പോൾ 01,
അപ്പം 24,601 ആ തടവ് പുള്ളിയുടെ നമ്പർ താൻ ജനിച്ച ദിവസമെന്ന് അദ്ദേഹം സങ്കല്പിക്കുന്ന ദിവസമാണ് ആ നമ്പറാക്കി മാറ്റിയത്. 5 കൊല്ലത്തിനിടയിൽ 4 തവണ ജയിൽ ചാടാൻ ശ്രമിച്ചു. ജയിൽ ചാടാൻ ശ്രമിച്ചപ്പോഴെല്ലാം ശിക്ഷ കൂട്ടി കിട്ടി 19 കൊല്ലം തടവിൽ കിടന്നു. അവസാനം മോചിപ്പിച്ചപ്പോൾ മോചിപ്പിക്കുന്ന തടവുകാർക്ക് ഒരു ഇത് കൊടുക്കും, ഒരു മഞ്ഞ കാർഡ് കൊടുക്കും. എവിടെ ചെന്നാലും ഈ മഞ്ഞ കാർഡ് കൊടുത്തിട്ട് പറയണം എൻ്റെ പേരിന്നതാണ്, ഞാൻ ഇന്ന ജയിലിൽ കിടക്കുകയായിരുന്നു, ഞാനൊരു കുറ്റവാളിയാണ് എന്ന് പറഞ്ഞ് മാത്രമേ ചില. അത് ചെയ്തില്ലെങ്കിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ അയാൾ പോകുന്നു. ഈ മഞ്ഞ ടിക്കറ്റ് കൊണ്ട് ഏതെങ്കിലും ഒരു സത്രത്തിൽ പോയാൽ ആരെങ്കിലും കയറ്റുമോ? എല്ലാവരും ആട്ടി ഓടിച്ചു. അവസാനം ഗതികെട്ട് 4 ദിവസമായിട്ട് അയാൾ തൂലോണിൽ നിന്ന് നടന്ന് ഡീഞ്ഞെന്ന് പറഞ്ഞ പട്ടണത്തിലാണ് എത്തുന്നത്. നമ്മൾ ഈ സ്കൂൾ ക്ലാസ്സിലെ പാഠപുസ്തകത്തിലൊക്കെ എം നഗരത്തിലെ മേയർ, ഡി നഗരത്തിലെ മേയർ എന്നൊക്കെ പറയും. ഡി എന്നല്ല, ദീഞ്ഞ് എന്നാണ് നഗരത്തിൻ്റെ പേര്. അത് ഇംഗ്ലീഷിലെ പഴയ വായനക്കാർക്ക് അത് മുഴുവൻ ഫ്രഞ്ച് വാക്ക് പ്രയാസമായിട്ട് ഡി എന്ന് മാറ്റിക്കളഞ്ഞു ട്രാൻസ്ലേറ്റേഴ്സ്. ഈ ട്രാൻസ്ലേറ്റർമാർ ഒരുപാട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അക്രമം ചില ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ പറഞ്ഞു, ഇത് ഒരിടവും അയാൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ആരും അകത്തോട്ട് കയറ്റുന്നില്ല. അപ്പോൾ ഒരു വഴിയെ പോയൊരു സ്ത്രീ പറഞ്ഞു, ഈ വാതിൽ തട്ടിയെ ഇവിടെ കയറ്റുമെന്ന് പറഞ്ഞു. അവിടെ അവിടുത്തെ ബിഷപ്പാണ്, ദീഞ്ഞിലെ ബിഷപ്പ് താമസിക്കുന്നത്. ഈ ബിഷപ്പും തൻ്റെ 75 വയസ്സുണ്ട് ബിഷപ്പിന്. ഒരു അവിവാഹിതയായ അനിയത്തിയുണ്ട്. അനിയത്തിക്ക് 65 വയസ്സ്. ഒരു വൃത്തിയുണ്ട്, അവർക്കും 65 വയസ്സ്. ഈ 3 വൃദ്ധരാണ് ഇവിടെ താമസിക്കുന്നത്. അദ്ദേഹം അവിടെ താമസിക്കാൻ വന്ന് ചാർജ് എടുത്തപ്പോൾ ഇതിൻ്റെ തൊട്ട് ചേർന്ന മതിലൊരു ആശുപത്രിയാണ്. അദ്ദേഹം അന്ന് തന്നെ ആശുപത്രി കാണാൻ പോയപ്പോൾ ആശുപത്രിയിലെ ഡയറക്ടറെ വിളിച്ചു, വരൂ എൻ്റെ കൂടെ വരൂ എന്ന് തിരിച്ച് ബിഷപ്പിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. ബിഷപ്പ് ഒരു കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. എന്നിട്ട് പറഞ്ഞതേ, നിങ്ങൾ 24 പേരെ ഒരു 6 മുറിയിലാണ് അടച്ചിരിക്കുന്നത്, ഇവിടെ 3 പേര് എത്രയോ മുറിയിലായിട്ട് കഴിയുന്നു, എനിക്കിതിൻ്റെ ആവശ്യമില്ല, നമുക്കിത് വന്ന് വച്ചു മാറിയാലോ എന്ന് ചോദിച്ചു. ബിഷപ്പ് ഉത്തരവിട്ടു. ബിഷപ്പ് ആ ചെറിയ ആശുപത്രി കെട്ടിടത്തിലേക്ക് തൻ്റെ താമസം മാറ്റി ബിഷപ്സ് ഹൗസാക്കി. ആ പഴയ വലിയ കൊട്ടാരം ആശുപത്രിയുമായി മാറി. അങ്ങനെ കൊച്ചു കൊടുസ് വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ വാതിൽ മുട്ടി അകത്ത് വരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം, അവസാനം കാൻഡിൽ സ്റ്റിക്കുകളും മോഷ്ടിച്ചുകൊണ്ട് അയാൾ സ്ഥലം വിടുന്നു. പോലീസ് പിടിക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു പറഞ്ഞാൽ, അയ്യോ മറ്റേതും തന്നിരുന്നല്ലോ, ഞാൻ വെള്ളിക്കരണ്ടി ഫോർക്ക് മാത്രമല്ല ഞാൻ തന്നത്, ആ കാൻഡിൽ സ്റ്റിക്ക് തന്നില്ലേ, അത് എടുത്തില്ലേ, അത് ഒരു കാൻഡിൽ സ്റ്റിക്കാണ് ശരിക്കും കൊടുത്തത്. അപ്പോൾ അത് നമ്മൾ 2 എണ്ണമാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, 1 അയാൾക്ക് കൊടുത്തു, 1 ബിഷപ്പ് കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ ആ വീട്ടിൽ ബിഷപ്പ് ഈ മോഷ്ടിക്കുന്നത് കണ്ടു. കാരണം ഏത് മുറിയും ബിഷപ്പിൻ്റെ മുറിക്കകത്ത് ബെഡ്റൂമിൽ കൂടെ ഇറങ്ങി വരാൻ പറ്റും, അങ്ങനെ അതിൻ്റെ സ്ട്രക്ചർ. അങ്ങനെ അവസാനം പോലീസുകാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ജാങ് വാൽജാൻ, ഞാൻ നിന്നിൽ നിന്ന് എല്ലാ പാപങ്ങളെയും വിലയ്ക്ക് വാങ്ങുകയാണ്. ഇനിമേൽ നീ ഒരു പുതിയ മനുഷ്യൻ ആയിരിക്കണം, നീ പാപങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു. ആ ബിഷപ്പിൻ്റെ ആ വാക്യം തൻ്റെ ജീവിതത്തിൽ മരണം വരെയും ജാങ് വാൽജാങ് പിന്തുടർന്നു. ജാങ് വാൽജാങ് അവിടുന്ന് പോകുന്നു. ആ കാൻഡിൽ സ്റ്റിക്സും എല്ലാം വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് പോകുന്ന വഴിക്ക് പെറ്റി ഗർവാസീസ് എന്ന് പറഞ്ഞ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ചെറുക്കനെ കണ്ടു. അവനെ ഒന്ന് വിരട്ടി, അവൻ്റെ കയ്യിൽ നിന്നൊരു നാണയത്തൊട്ട് വീണു. ആ നാണയത്തൊട്ടിൽ വീണ്ടും ആ ഉള്ളിലെ കിടക്കുന്ന കള്ളൻ ഇങ്ങനെ പുറത്ത് വരിക, അതിൻ്റെ പുറത്ത് കാല് വെച്ചിട്ട് അവൻ നിലവിളിച്ചുകൊണ്ട് ഓടി. അവസാനം ഇയാൾ പേടിപ്പിച്ചു. ആ നാണയത്തൊട്ടെടുത്ത് പോക്കറ്റിട്ടുകൊണ്ട് പോയി. പിന്നെ ആ നാണയത്തൊട്ട് അയാളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഞാൻ മോഷണം ചെയ്തു, ബിഷപ്പിനോട് അതല്ലല്ലോ പറഞ്ഞത്. പക്ഷേ അയാൾ അവിടുന്ന് യാത്ര ചെയ്ത് ഒരു ചെറിയ മോൺഫെർമി എന്ന് പറഞ്ഞൊരു ചെറിയ പട്ടണത്തിലെത്തി. ആ പട്ടണത്തിൽ പണ്ട് അരക്ക് കൊണ്ടുള്ള റസീൻ കൊണ്ടുള്ള ഒരു കരകൗശല വ്യവസായം ഉണ്ട്. അത് തകർന്ന് തരിപ്പണമായി നശിച്ച ഒരു പട്ടണം. അയാൾ അവിടെ ചെന്നിട്ട് ഈ അരക്ക് കൊണ്ടുള്ള വ്യവസായം പുനരുദ്ധരിക്കുകയും ഈ പട്ടണത്തിൽ പുരോഗതി ഉണ്ടാവുകയും പട്ടണം വളർന്ന് വലുതാക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി സർക്കാർ തീരുമാനിച്ചു, ഇദ്ദേഹത്തിന് ലീജിയൻ ഓഫ് ഓണർ എന്ന് പറഞ്ഞ ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ ബഹുമതി, ഇന്ത്യയിലൊക്കെ ആളുകൾക്ക് കിട്ടിയിട്ട് സത്യജിത് റായിക്കൊക്കെ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി ഫ്രാൻസ് കൊടുത്തിട്ടുണ്ട്, ആ ബഹുമതി ഭാരതരത്നം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ജാങ് വാൽജാങ് പറഞ്ഞു, എനിക്കത് ആവശ്യമില്ല. കാരണം ജാങ് വാൽജാങ് എന്ന പേരിലല്ല അയാളുടെ കഴിയുന്നത്. എം മദലിയൻ, മൊസ്യു മദലിയൻ എന്നാണ് പേര്. അയാൾ പേര് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് ത്യജിച്ച ത്യാഗിയായിട്ട് അയാളെ കണ്ടുള്ളൂ. അയാളെ നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുത്തു. ആ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് താൻ ചങ്ങലക്കിട്ട് തടവുകാരനായി കിടന്നപ്പോൾ ഒരു ഗാർഡായി മാറിയിരുന്ന ജാവേർ എന്ന് പറയുന്നത്, പഴയ പുസ്തകം വായിച്ചവർക്ക് ജാവേർ എന്നാണ് പറയുക. അതിനകത്ത് ജാവേർന്ന് JVERT, ജാവർട്ട് എന്ന് എഴുതിയിട്ട് ഫ്രഞ്ചുകാരൻ ജാവേർ എന്ന് മാത്രമേ വായിക്കുകയുള്ളൂ. ജാവേർ ഒരു ഇൻസ്പെക്ടറായി കഴിഞ്ഞു. ഈ പട്ടണത്തിലെ
ഇടവേർ ചാർജ് എടുക്കാൻ വന്നു. ഒരു ദിവസം മേയർ ഇങ്ങനെ വഴിയിൽ നിൽക്കുമ്പോൾ ഫുഷൽ വാങ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഒരു കുതിര വണ്ടിയിൽ കുറേ വിറക് കൊണ്ടുവന്നു. കുതിര മറിഞ്ഞ് വീണ എൻ്റെ 2 കാലുപടി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു മനുഷ്യനും പറ്റുന്നില്ല ഇതൊന്ന് പിടിച്ചു പൊക്കി കുതിരയെ മോചിപ്പിക്കാനും. ഫുഷൽ വാങ് അതിൻ്റെ അടിയിൽപ്പെട്ടുപോയി. എല്ലാവരും ഇങ്ങനെ പേടിച്ചറിഞ്ഞ് നിന്നപ്പോൾ മേയർ മദലിയൻ മുന്നോട്ട് ചെല്ലുകയും തൻ്റെ തോൾ കൊടുത്ത് ഈ വണ്ടി ഉയർത്തിയെടുക്കുകയും ചെയ്തു. ഈ തണ്ടുവലി സ്ഥലത്ത് കഴിഞ്ഞുകൂടുന്ന കാലത്ത് 4 പേരുടെ പണി ഒറ്റയ്ക്ക് ചെയ്തിരുന്ന അതിശക്തനായ ഒരാളായിരുന്നു ജാങ് വാൽജാങ്. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആളുകളെല്ലാം മേയറെ പ്രശംസിച്ചു. ആ കുതിരയെ വിലയ്ക്ക് വാങ്ങിച്ചു. കാലൊടിഞ്ഞ കുതിര, ഇതെൻ്റെ ഓഫീസിലേക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അയാളെ സഹായിക്കാൻ വേണ്ടി പണം കൊടുക്കാനാണ് ഇതെല്ലാം ചെയ്ത്. പക്ഷേ ഴാവേർ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർക്ക് മനസ്സിലായി ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ ഇങ്ങനെ ജോലി ചെയ്യും, ഇതേ രൂപത്തിൽ സാധനം വലിച്ചു പൊക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ജാങ് വാൽജാങ് എന്ന് പറഞ്ഞ കുറ്റവാളിയാണ്. അതോടുകൂടി ഴാവേർ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ ജാങ് വാൽജാങ്ങിൻ്റെ പിന്നാലെ പോകുന്നു. ആ സമയത്ത് ഈ പുസ്തകത്തിന് 5 ഭാഗമുള്ള 1ാമത്തെ ഭാഗത്തിനൊരു ഫന്തീൻ എന്നാണ്. ഫന്തീൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ഫന്തീൻ സ്ത്രീയുടെ കഥയാണ്. ജാങ് വാൽജാങ്ങിൻ്റെ നമ്മൾ ഈ വിശദമായി പറഞ്ഞ കഥ ഒരു ചെറിയ 2 അധ്യായത്തിൽ മാത്രം ഒതുങ്ങുന്ന കഥയാണ്. ഫന്തീൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ തൻ്റെ ദാരിദ്ര്യം പിടിച്ച നഗരത്തിൽ നിന്ന് പാരീസിൽ നല്ല ജോലി കിട്ടും എന്ന് കരുതി പാരീസിലേക്ക് ജോലി അന്വേഷിച്ചു പോയി. അവിടെ ചെന്ന് അന്ന് അവിടെ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളുടെ ഇതിലൂടെ കണ്ണും കല്ലുമൊക്കെ കാണിച്ച് ഇവളെ മയക്കി. അതിലൊരു വിദ്യാർത്ഥി അവളെ ഗർഭിണിയാക്കിയിട്ട് അവളെ നിർദ്ദയം ഉപേക്ഷിച്ചു. അവൻ സ്ഥലം വിടുകയും ചെയ്തു. ഈ പെൺകുട്ടി ഗതികെട്ട് ഒരു കുഞ്ഞുണ്ടായി, ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായി. അവളെ വളർത്താൻ നിവൃത്തിയില്ലാതെ സ്വന്തം ജന്മദേശത്തേക്ക് വന്ന മോൺഫെർമിയെ, അവിടെയാണ് മദലിയൻ്റെ ഫാക്ടറി. മദലിയൻ്റെ ഫാക്ടറിയിൽ ഇവളൊരു ജോലിക്കാരിയായി ജോലി ചെയ്യുകയാണ്. അവൾക്കൊരു ഇല്ലെജിറ്റിമേറ്റായ കുട്ടിയുണ്ട്, നിയമാനുസൃതമല്ലാത്ത കുഞ്ഞുണ്ടെന്നുള്ളത് അവരാരോടും പറഞ്ഞിട്ടില്ല. പകരം പാരീസിൻ്റെ അടുത്ത് തെനാർദിയർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നടത്തുന്ന ഒരു സത്രത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. തെനാർദിയർക്ക് 2 പെൺമക്കളും ഒരു മോനുമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവളെ കൂടെ നോക്കണം, മാസം കുട്ടിയെ വളർത്താനുള്ള പൈസ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഈ തെനാർദിയറെ നിങ്ങൾ അറിയും. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ വാട്ടർലൂ യുദ്ധഭൂമിയിൽ മോഷണം നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു പെരുങ്കള്ളനെ ഞാൻ പറഞ്ഞില്ലേ, ആ തെനാർദിയർ ഇപ്പോൾ ഒരു സത്രം നടത്തുകയാണ്. ഈ കൊസേത്ത് എന്നാണ് ഈ കുഞ്ഞിൻ്റെ പേര്. ഇവള് മദലിയൻ്റെ ഫാക്ടറി ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ സൂപ്പർവൈസറെ കണ്ടെത്തി ഇവൾക്ക് ഒരു അവിഹിത സന്തതി ഉണ്ട്, അതോടുകൂടി ഇവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അത് ശരിക്ക് മദലിയൻ സദാചാരം ഉണ്ടാക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയൊരു നിയമം. അവിഹിത സന്തതി ഉള്ളവരെയൊന്നും ഇവിടെ ജോലിക്കെടുക്കാൻ പാടില്ല. അവൾ അതോടുകൂടി വേശ്യാവൃത്തിയിലേക്ക് തിരിയുന്നു. ഗതികെട്ട് വേശ്യാവൃത്തിയിലെത്തിയപ്പോൾ ആ വേശ്യയെ ഉപദ്രവിക്കാനായിട്ട് പണമുള്ള ബൂർഷ്വാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരുത്തനെ എല്ലാ ദിവസവും അവളിങ്ങനെ തെരുവിലൂടെ നടക്കുമ്പോൾ തുണി പിടിച്ചഴിക്കുക. അവസാനം ഗതികെട്ടി ഇവളെന്തോ എടുത്ത് അയാളുടെ മണ്ടയ്ക്കടിച്ചു. ഉടൻ പോലീസ് രംഗത്തെത്തി. അവളുടെ ഗതികേടിനോ പട്ടിണിയിലോ പോലീസോ ഭരണകൂടമോ വന്നില്ല. അവളെ പിടിച്ചു കൊണ്ടുപോയി. ഈ വിവരം മദലിയൻ അറിഞ്ഞ് മദലിയൻ ചെന്നു. അപ്പോൾ ഴാവേറാണ് അറസ്റ്റ് ചെയ്തത്. അയാൾ പറഞ്ഞു ഈ സ്ത്രീയെ വിട്ടയക്കണം എന്ന് മേയർ പറഞ്ഞു. അപ്പോൾ ഴാവേർ പറഞ്ഞു പോലീസ് നടപടിയിൽ മേയർക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ എന്നിൽ നിക്ഷിപ്തമായ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ സ്ത്രീയെ വിമോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതോടെ ഴാവേറിൻ്റെ ഈഗോ വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഴാവേർ ഈ മേയർ പഴയ ജാങ് വാൽജാങ് ആണെന്ന് പാരീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു, പാരീസിലെ പോലീസ് മേധാവിക്ക്. 5-6 ദിവസം കഴിഞ്ഞു പാരീസിൽ നിന്നൊരു മറുപടി വന്നു, യഥാർത്ഥ ജാങ് വാൽജാങ്ങിനെ കിട്ടിയിട്ടുണ്ട്, മറ്റന്നാൾ അയാളെ കോടതിയിൽ ഹാജരാക്കണം. അവൻ വഴി വീണ്ടും മോഷണമാണ് ഇപ്പോഴും പണി. അവൻ ഒരു ആപ്പിളിൻ്റെ മരത്തിൻ്റെ ആപ്പിൾ പഴങ്ങളോട് കൊമ്പൊടിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു. ഭയങ്കര കുറ്റകൃത്യമാണല്ലോ. അതിൻ്റെ പേരിൽ അയാളെ കോടതി ഹാജരാക്കുന്നുണ്ട്. അങ്ങനെ ഴാവേറിന് വലിയ വിഷമായിപ്പോയി. ഞാൻ മഹാനായ ഒരു മേയറെ തെറ്റിദ്ധരിച്ചല്ലോ. മേയറിൻ്റെ വീട്ടിലേക്ക് ചെന്ന് പറഞ്ഞു, മേയർ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം, ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുമ്പോൾ, കാരണം ഞാൻ അങ്ങയെ തെറ്റിദ്ധരിച്ചു, കാരണം യഥാർത്ഥ ജാങ് വാൽജാങ്ങിനെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തിരിച്ചുപോയി. പക്ഷേ ജാങ് വാൽജാങ്ങിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം തനിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ്. പിറ്റേ ദിവസം അയാൾ വളരെ ദൂരെയുള്ള കോടതിയിലേക്ക് പോയി. ഇനി ഒരു വായിച്ചാൽ അറിയാം, ഇദ്ദേഹം കുതിര വാടകയ്ക്ക് അടുത്തൊക്കെയാണ് പോകുന്നത്. കാരണം പാരീസിൽ തീവണ്ടിയില്ല, മോട്ടോർ വാഹനങ്ങളില്ല. വലിയ പണക്കാർക്ക് മാത്രമേ കുതിരവണ്ടി ഓടിക്കാൻ കഴിയൂ. വലിയ കുതിരവണ്ടി, 4 കുതിരകളെ പൊട്ടിയ. അപ്പോൾ ഇതെല്ലാം വെൽ റിസേർച്ച്ഡായിട്ടാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. കോടതിയിലെത്തിയാൽ വളരെ വിഷമിച്ച് കോടതിയിലെത്തി. വഴിയിൽ വെച്ച് കുതിര മാറ്റുന്നു. വളരെ നാടകീയമാണ്. അവിടെ ചെന്നിട്ട് ഈ ജഡ്ജിയുടെ മുമ്പ് പറഞ്ഞു, ഞാനാണ് ജാങ് വാൽജാങ്. അപ്പോൾ ആരും വിശ്വസിച്ചില്ല. അതിപ്രശസ്തനായ ലീജിയൻ ഓഫ് ഓണർ എന്ന് പറഞ്ഞ ഭാരതരത്നം വേണ്ടെന്ന് വെച്ച മഹാനായ മേയറാണോ ഞാനാണ് എന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്നടത്താണ് ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെയുള്ള ഒരു കുറ്റവാളി എൻ്റെ മുതുകത്ത് എംപറർ നെപ്പോളിയനെ ഉദ്ദേശിച്ച്
കുറ്റകൃത്യങ്ങളുടെ എംപററാണ് എന്ന പേരിൽ വച്ച കുത്തിയിട്ടുണ്ട്. ആ ഡേറ്റ് വരെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇയാളെ സമ്മതിച്ചു. ഈ എംപറർ, നെപ്പോളിയന് പകരം എംപറർ എന്ന് വച്ച കുത്തിയതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ടി എസ് എലിയട്ട് പൂച്ചകളെക്കുറിച്ച് കുറേ കവിത എഴുതിയിട്ടുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള. അതിനകത്ത് മക്കാവിറ്റി എന്ന് പറഞ്ഞ ഒരു പൂച്ചയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രസകരമായ കവിതയുണ്ട്. ഈ മക്കാവിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അക്രമിയായ ഒരു പൂച്ചയാണ്. മക്കാവിറ്റി ദ എംപററോ ദ നെപ്പോളിയൻ ഓഫ് ക്രൈം എന്നാണ് അദ്ദേഹം മക്കാവിറ്റി പൂച്ചയെ വിളിക്കുന്നത്. എല്ലാ കുറ്റകൃത്യങ്ങളുടെയും അക്രൈമുകളുടെയും നെപ്പോളിയനാണ് ഈ മക്കാവിറ്റി പൂച്ച എന്ന് പറയുന്നത്. അത് ഇതിൽ നിന്ന് കൂടിയാണ് അതിൻ്റെ സ്വാധീനത. മേയർ മദലിയൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാമെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ ഓഫീസിലുണ്ടാകും എന്ന് പറഞ്ഞു. അയാൾ നേരെ അയാളുടെ ഓഫീസിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് അവിടെ എത്തും. അവിടെ ചെന്ന് അയാൾ ആശുപത്രിയിൽ പോയി ആ ഫന്തി എന്ന് പറഞ്ഞ സ്ത്രീയെ കണ്ടു. അവിടെ ആശുപത്രി കിടക്കുകയാണ്, മരിക്കാറായി കിടക്കുകയാണ്. അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ഞാൻ ഇന്നിടത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും അങ്ങ് അവളെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. രക്ഷിക്കാം. ആ സമയത്ത് ഇൻസ്പെക്ടർ വന്നു, അറസ്റ്റ് ചെയ്യാൻ വന്നു. അവൾ പറഞ്ഞു, എനിക്ക് ഈ കുഞ്ഞിനെ ഒന്ന് രക്ഷിച്ചിട്ട് ഞാൻ അറസ്റ്റിന് വഴങ്ങാമെന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഴാവേർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചു. മദലിയൻ എന്ന് പറഞ്ഞ മേയറെ അറസ്റ്റ് ചെയ്തു. പക്ഷേ മദലിയൻ എന്ന് പറഞ്ഞ മേയർ തൻ്റെ അതിഭീമമായ സ്വത്ത് ഈ വ്യവസായത്തിനുണ്ടാക്കിയത് മുഴുവൻ ഇതിനിടയ്ക്ക് മറച്ചു കഴിഞ്ഞിരുന്നു. അയാളെ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് ഈ പഴയ തടവുചാട്ടക്കാരനായ ഴാങ്വാൽ രാങ് വീണ്ടും ഉണർന്നു വരികയും അയാൾ ജയിലിൽ ചാടുകയും ചെയ്തു. ജയിലിൽ ചാടി അതിനിടയിൽ അയാൾ താൻ ഒളിപ്പിച്ചു വെച്ച മുഴുവൻ അതിഭീമമായ ഭാണ്ഡം ഈ സ്വത്ത് മുഴുവൻ പാരീസിനടുത്ത് ഏതോ ഒരു വളരെ ദുർഗമായ കുന്നിൻ പ്രദേശത്ത് ഭൂതപ്രേതങ്ങളുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ട് മറ്റൊരു സ്ഥലത്ത് വെച്ച് അയാൾ വീണ്ടും പോലീസ് പിടിയിലായി. അയാൾ തന്നെ പിടികൊടുക്കുകയാണ്. അയാളെ കൊണ്ടുപോയി അയാളെ വീണ്ടും പഴയതുപോലെ കാലിൽ ചങ്ങലക്കിട്ട് കപ്പലിൽ തണ്ടുവലിക്കാനായിട്ട് നിയോഗിച്ചു. അവിടെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു നങ്കൂരത്തിൻ്റെ ചങ്ങല വലിച്ചു പൊക്കി ഒരാൾ പായ കയറ്റുകയായിരുന്നു കപ്പലിൽ. അവൻ അവിടെ തൂങ്ങി നിന്ന് പോയി, ആ തൊഴിലാളി. അപ്പോൾ ആർക്കും രക്ഷിക്കാൻ വയ്യ, അയാൾ ഇപ്പോൾ കടൽ വീണ് മരിക്കും. ആ സമയത്ത് ഴാങ്വാൽ രാങ്, ഇയാൾക്ക് വലിയ പരിചയമുണ്ട് ഇത്തരം കാര്യങ്ങൾ, നേരെ കയറി ആ തൊഴിലാളിയുടെ ജീവൻ രക്ഷിച്ച് താഴെ ഇറക്കി. ആ നിമിഷത്തിൽ ഴാങ്വാൽ രാങ്, നിർഭാഗ്യവാനായ ഴാങ്വാൽ രാങ് അലറുന്ന മഹാസമുദ്രത്തിലേക്ക് വീണ് മരിച്ചു. അതോടുകൂടി സർക്കാർ രേഖകളിൽ ഴാങ്വാൽ രാങ് എന്ന മനുഷ്യൻ മരിച്ചു. ഇനി ഒരു ഴാവേറിനും അയാളുടെ പിടികൂടാൻ അയാളെ വിധി എടുത്തു എന്ന് ആളുകൾ വിചാരിച്ചു. പക്ഷേ അയാൾ മരിച്ചില്ല. കുറേ നാൾ കഴിഞ്ഞ് തെനാർദിയർമാർ നടത്തുന്ന സത്രത്തിലേക്കുള്ള വഴിയിൽ ഈ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. സത്രത്തിൽ ചെന്നു. ഈ കൊച്ചത്ത് എന്ന് പറഞ്ഞാൽ ആ കൊച്ചു കുഞ്ഞിനെ, ആ മാലാഖ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തി പീഡിപ്പിച്ച് ദ്രോഹിക്കുകയാണ് ആ തെനാർദിയറും ഭാര്യയും കൂടി. അയാൾ ചോദിച്ച പണത്തിന് ഈ കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങി പാരീസിലേക്ക് പോകുന്നു. പാരീസിൽ വൃത്തികെട്ട ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ലോഡ്ജിൽ രഹസ്യമായി താമസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷേ അപ്പോഴും ഈ ഒരുപാട് പാവങ്ങൾ കൈനീട്ടിയ പൈസ കൊടുക്കും. അപ്പോൾ പതുക്കെ പാരീസിലെല്ലാവരും വളരെ ധനികനായ ഒരു പാപ്പർ ഇവിടെ താമസിക്കുന്നുണ്ടെന്നൊരു പ്രശസ്തി വന്നു. ആ സമയത്ത് ഇൻസ്പെക്ടർ ഴാവേർ വലിയ പോലീസ് ചീഫായിട്ട് പാരീസിലെത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു പാവപ്പെട്ടവൻ, ആ കഥ ഴാവേറിൻ്റെ മനസ്സിൽ. ഴാവേറെ ഈ ഴാങ് മരിച്ചു എന്നയാൾ വിശ്വസിക്കുന്നില്ല. അവസാനം അയാൾക്ക് മനസ്സിലായി ഇത് ഴാങ്വാൽ രാങ് തന്നെയാണ്. അയാളെ പിടിക്കാനായിട്ടൊരു വലിയ സെറ്റപ്പ് ഒരുക്കി. പോലീസുകാരുമായിട്ട് ഴാവേർ ഇയാളെ ഓടിച്ചിട്ട് പിടിക്കുന്നു. ഈ കുഞ്ഞുമായിട്ട് ഴാങ്വാൽ രാങ് ഓടി പല വഴികളിലൂടെ ഓടി അവസാനം ഒരു മതിലിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ഒന്നും ചെയ്യാൻ വയ്യ. ആ കുഞ്ഞിനെയും കൊണ്ട് ഇയാൾ മതിൽ കയറി ചാടി. ഇയാൾ ഇതിനൊക്കെ ശേഷിയുള്ള ഒരാളാണ്. പോലീസ് വന്നിട്ട് ഒരു രക്ഷയില്ല. എവിടെയാണ് ചാടി വീണതെന്ന് ഴാങ്വാൽ രാങ്ങിന് അറിഞ്ഞുകൂടാ. അത് പാരീസിലെ ഏറ്റവും കടുപ്പം പിടിച്ച ഒരു കന്യാസ്ത്രീ മഠമായിരുന്നു. അവിടെയുള്ള കന്യാസ്ത്രീകൾ ഒരിക്കലും പരപുരുഷൻ്റെ മുഖത്ത് നോക്കുകയില്ല. അവിടെ എവിടെയെങ്കിലും ബിഷപ്പിനെ കണ്ടാൽ പോലും നോക്കാത്ത കടുത്ത വ്രതചര്യയുള്ള കന്യാസ്ത്രീകളാണ്. അവിടെ ഒരു പുരുഷൻ മാത്രമുണ്ട്, ഒന്നിനും കൊള്ളാത്ത മുടന്തനായ, ഒരു ഉപദ്രവവും ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു മനുഷ്യൻ. അയാളുടെ മുമ്പിൽ ചെന്നുപെട്ടെ. അയാൾ ചെന്ന് അവിടെ ചോദിച്ചു, മൊസ്യു മദലിയൻ എന്നയാൾ വിളിച്ചു. അപ്പോൾ മദലിയനാണ്, ഴാങ്വാൽ രാങ് അല്ല. അയാൾ പറഞ്ഞു, ഫുഷൽവാങ്, പണ്ട് കുതിരവണ്ടിക്ക് അടിപ്പെട്ടുപോയ മനുഷ്യനെ ഓർമ്മയുണ്ടല്ലോ, അയാൾ രക്ഷിച്ച് ആ മനുഷ്യൻ ഇപ്പോൾ ഈ കന്യാസ്ത്രീ മഠത്തിലെ കാവൽ ഗാർഡനറാണ്. എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു, എൻ്റെയും കുഞ്ഞിനെയും. ആ കന്യാസ്ത്രീ മഠത്തിൽ 5 കൊല്ലം
ഈ കന്യാസ്ത്രീകൾ ആരും അറിയാതെ ഒളിച്ചു അനിയനാണ് എന്ന് പറഞ്ഞാൽ താമസിപ്പിച്ചത്. എന്നിട്ടൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. കന്യാസ്ത്രീകൾ ആ കുഞ്ഞിനെ വളർത്തുന്നു. കൊസേത്ത് എന്ന് പറഞ്ഞ കുഞ്ഞിന് വിദ്യാഭ്യാസം കൊടുക്കുന്നു. കൊസേത്ത് ഒരു അതിസുന്ദരിയായി വളരുന്നു. ഈ സമയത്ത് മറിയൂസ് പോങ്മേർസി എന്നൊരു ചെറുപ്പക്കാരൻ, സുന്ദരൻ, വിദ്യാസമ്പന്നൻ, പാരീസിലെ വലിയ പ്രഭു കുടുംബങ്ങളിലെ അംഗം. അച്ഛനെ അയാൾ കണ്ടിട്ടേയില്ല. അച്ഛൻ നെപ്പോളിയൻ്റെ പട്ടാളക്കാരന് ജനറൽമാരിൽ ഒരാളായിരുന്നു എന്ന് മാത്രമേ അറിയാവൂ. അമ്മയുടെ അച്ഛൻ്റെ കൂടെ വളരുന്നത്. അമ്മയുടെ അച്ഛൻ ഗിൽനോർമൻ എന്ന് പറഞ്ഞൊരു പ്രഭുവാണ്, ഇച്ചിരി പിരിപോയ ഒരാളാണ്. അയാളുടെ പ്രധാന വിനോദം വകയ്ക്ക് കൊള്ളാത്ത ഒരു ഇഡിയറ്റിന് എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തുള്ളതാണ് എൻ്റെ തെറ്റ്. മാത്രമല്ല വൃത്തികെട്ട നെപ്പോളിയൻ്റെ കൂടെയാണ് അവൻ നടന്നത്. അപ്പം നെപ്പോളിയൻ എന്ന് പറഞ്ഞ ആളെ ഉണ്ടായിരുന്നു എന്ന് അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു മൂരാച്ചി പ്രഭുവാണ് ഗിൽനോർമൻ. ഈ ഗിൽനോർമൻ എന്നും അച്ഛനെ ചീത്ത വിളിക്കുന്നത് കേട്ട അച്ഛനോട് ആരാധന മൂത്ത് മറിയൂസ് ഇറങ്ങിപ്പോയി. എന്നാൽ നീ പോയി ജീവിക്കുക, ഞാൻ കാണട്ടേന്നുള്ളൂ, ഒരു പൈസ ഇനി തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പാരീസിൽ വന്ന് നിരാശ്രയനായി ദാരിദ്ര്യം പിടിച്ച് വൃത്തികെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ലോഡ്ജിൽ പോയി താമസിക്കുകയും വിപ്ലവകാരികളുടെ കൂടെ ചേരുകയും ചെയ്യുന്നു മറിയൂസ്. ആ മറിയൂസിന് അറിഞ്ഞുകൂടാ താൻ പോങ്മേർസി എന്ന് പറഞ്ഞ മഹായുദ്ധാവീരൻ്റെ മകനാണെന്ന്. അയാൾ ഒരു ദിവസം വഴിയിൽ വെച്ചൊരു പാർക്കിൽ വെച്ചൊരു വയസ്സൻ്റെ കൂടെ സുന്ദരിയായൊരു പെൺകുട്ടിയെ കണ്ടു. അവളെ പ്രഥമ ദർശനാനുരാഗത്തിൽ പ്രേമത്തിലേക്ക് വീണു. പക്ഷെ അവളോട് പോയി സംസാരിക്കാനുള്ള ധൈര്യം ഇല്ല. പാരീസിൽ പതുക്കെ പതുക്കെ അസ്വസ്ഥതകൾ ഉയരുന്നു, വിപ്ലവ പ്രസ്ഥാനങ്ങൾ വളരുന്നു, രാജവാഴ്ചയ്ക്കെതിരെ വലിയ സംഘടനകൾ ഉയർന്നു വരാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ജാങ് വാൽജാങ് 5 കൊല്ലത്തെ വാസത്തിന് ശേഷം കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ഒരു വീട് സംഘടിപ്പിച്ച് താമസിക്കാൻ തുടങ്ങും. ആ സമയത്ത് തെനാർദിയർമാരുടെ സത്രമെല്ലാം നഷ്ടപ്പെട്ട് ഗതികെട്ട് അവരും പാരീസിലെത്തിച്ചേരുന്നു. പാരീസിലെത്തിയ ഉടൻ അവർ ചെയ്ത പണി 2 പെൺമക്കളുണ്ട്. എപ്പണൈൻ എന്ന് പറഞ്ഞും അസൽമ എന്ന് പറഞ്ഞ 2 പെൺമക്കളും ഒരു ആൺകുട്ടിയും. ഈ ആൺകുട്ടി ഈ അമ്മയും അച്ഛനും അടിച്ചു പൊളിച്ചു എവിടെ പോയി ജീവിച്ചോ എന്ന് പറഞ്ഞു. അവൻ പാരീസിലെ ഏറ്റവും വലിയ തല്ലിപ്പൊളികളിൽ ഒരാളായി മാറുന്നു. ഒരുവരുടെ പിന്നീട് ഈ നോവലിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നും ആയി മാറിയത് ഈ കുട്ടിയാണ്. അവൻ്റെ പേരിൽ അവന് ജീവിതത്തിൽ ഒരു തൊപ്പിയോ നല്ല ഉടുപ്പോ അണിഞ്ഞിട്ടില്ല. പക്ഷെ അവൻ്റെ പേരിൽ ഇപ്പോൾ ഒരു തൊപ്പിയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും തൊപ്പി വയ്ക്കാൻ അവന് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എപ്പണൈൻ എന്ന് പറഞ്ഞ ഈ കുട്ടിയും എസൽമയും അയച്ചിട്ട് വ്യാജ കള്ളക്കത്തുകൾ എഴുതും വലിയ ആളുകൾക്കല്ല. ഞാൻ അങ്ങനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഇത്തിരി ദരിദ്രത്തിലാണ്, കുറച്ച് പൈസ തരണം. ഇങ്ങനെ കത്തുകൾ പലർക്കും എഴുതി പൈസ പിടിക്കും ജീവിക്കലാണ് തെനാർദിയറുടെ പണി. അങ്ങനെ ഒരു കത്ത് ജാങ് വാൽജാങ്ങിന് കിട്ടി. ജാങ് വാൽജാങ് പാവല്ലേ എന്ന് വിചാരിച്ച് സഹായിക്കാനായിട്ട് തെനാർദിയറുടെ ഈ കുഞ്ഞിനെയും കൊണ്ട് തെനാർദിയറുടെ വീട്ടിൽ ചെന്ന് വൃത്തികെട്ട ലോഡ്ജ് മുറിയിരുന്ന് തെനാർദിയർ സങ്കടമൊക്കെ പറഞ്ഞ് പൈസയും വാങ്ങിച്ചിട്ട് ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം വരണമെന്ന് പറഞ്ഞു വിട്ടു. ഉടനെ തന്നെ തെനാർദിയർ കൊള്ളക്കാരെല്ലാം വിളിച്ചു കൂട്ടി. ഇയാൾ ഈ നരച്ച താടിയുള്ള വൃദ്ധൻ ഭയങ്കര പണക്കാരനാണ്, ഇവൻ നാളെ വരുന്നുണ്ട്, അവനെ നമുക്ക് വധിക്കണം തീരുമാനിച്ചു. അപ്പോൾ അടുത്ത മുറിയിൽ താമസിക്കുന്ന മറിയൂസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു ഓട്ടയിലൂടെ ഇതെല്ലാം കാണുന്നുണ്ട്. അയാൾക്ക് വിഷമം. അയാൾ അത്ഭുതപ്പെട്ടിരിക്കുക. താൻ പ്രേമിക്കുന്ന പെൺകുട്ടി, താൻ ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ആ പെൺകുട്ടി തൊട്ടപ്പുറത്തെ മുറിയിൽ അവളുടെ അച്ഛനോടൊപ്പം ഇരിക്കുകയാണ്. ഇവൾക്ക് അറിഞ്ഞുകൂടെ ഇത് അച്ഛനല്ല എന്നൊന്നും, നമ്മളുടെ അമ്മയായിരുന്നു അയാൾ പിളഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇതൊന്ന് അറിയിക്കണം, അയാളെ കൊല്ലാനും പോവുകയാണ്, ആകെ വിഷമം. ഇതിനിടയ്ക്ക് മറിയൂസ് മനസ്സിലാക്കി കഴിഞ്ഞു തൻ്റെ അച്ഛനെ വാട്ടർലൂ യുദ്ധഭൂമി രക്ഷിച്ചത് ഈ തെനാർദിയറാണ്. തെനാർദിയർ അങ്ങനെ വിദഗ്ധമായിട്ട് അച്ഛൻ്റെ പഴയ ഘടികാരം കാണിച്ച് വിശ്വസിപ്പിച്ചു. മറിയൂസ് ആകെ വിഷമിച്ചു. ഇപ്പം അച്ഛനെ രക്ഷിച്ച താൻ എന്നും ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്ന തെനാർദിയറുടെ കൂടെ നിൽക്കണോ, താൻ പ്രേമിക്കുന്ന പെൺകുട്ടിയുടെ അച്ഛനെ കൊലയിൽ നിന്ന് രക്ഷിക്കണം. എന്തായാലും പിറ്റേ ദിവസം കൊള്ളക്കാരെല്ലാം തയ്യാറായിരുന്നു. ജാങ് വാൽജാങ് ഒറ്റയ്ക്ക് വന്നു. ജാങ് വാൽജാങ്ങിനെ അവർ കസേരയിൽ പിടിച്ച് കെട്ടിയിരുത്തി. ആ സമയത്ത് പുറത്ത് ഒരു വെടിയുതിർത്തുകൊണ്ട് ആളുകളുടെ ശ്രദ്ധ തിരിച്ചു മറിയൂസ്. ആ സമയത്ത് പോലീസ് വന്നു, ഈ കൊള്ളക്കാരെ പിടിക്കും. പോലീസിനെ അറിയിച്ചു മറിയൂസ്. പോലീസ് വരുന്ന ആരാ? ജാവേറിൻ്റെ നേതൃത്വത്തിലാണ്. അതിനിടയ്ക്ക് ഈ കരുത്തനായ ജാങ് വാൽജാങ് ഈ കൊള്ളക്കാരെല്ലാം ഇടിച്ച് താഴെയിട്ടിട്ട് പോലീസ് വരുന്നതിനിടയ്ക്ക് ജനലിൽ കുറച്ചാടി മറയുകയും ചെയ്തു. അയാളുടെ ആ കള്ളൻ ആക്രമവാസന മുഴുവൻ അയാളിലുണ്ട്. അതോടുകൂടി തെനാർദിയറുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി. പിന്നീടുള്ള ദിവസങ്ങളിൽ ജാങ് വാൽജാങ് പുറത്തിറങ്ങിയതേ ഇല്ല. അയാൾ പരിപൂർണമായിട്ട് മറഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് പാരീസിലെ പഴയ പ്രിയപ്പെട്ട ഒരു ജനറൽ മരിച്ചു. അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അതോടുകൂടി വിപ്ലവകാരികളെല്ലാം ഇറങ്ങി ഗവൺമെൻറ്റിനെതിരെ, രാജഭരണത്തിനെതിരെ കലാപം ആരംഭിക്കുന്നു. മറിയൂസ് ഈ കലാപത്തിൽ പെടുന്നു. ഈ കലാപത്തിൻ്റെ ബാരിക്കേഡുകൾ തീർത്തു. പക്ഷേ പട്ടാളത്തിന് മുമ്പിൽ വിദ്യാർത്ഥിയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഒരൊറ്റ ബാരിക്കേഡ് മാത്രമേ ഉണ്ടായിരുന്നു. ആ ബാരിക്കേഡ് ഏത് സമയവും തകർന്നു വീഴാം. പട്ടാളവരെല്ലാം വെടിവെച്ചു പോയി. അപ്പോൾ കൊസത്തിന് വെപ്രാളായി. എങ്ങനെയെങ്കിലും മറിയൂസിനെ രക്ഷിക്കണം. അവസാനം ജാങ് വാൽജാങ്
പതുക്കെ ഈ യുദ്ധഭൂമിയുടെ ഇടയിൽ കൂടെ അവിടെ ചെന്ന് മറിയൂസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. ആ സമയത്ത് ഈ ഴാവേർ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ ഒരു ചാരനായി വിപ്ലവകാരികളുടെ ഇടയിൽ കടന്നുകൂടിയിരിക്കുകയാണ്. ഇവരുടെ രഹസ്യങ്ങൾ അറിയാം. അങ്ങനെയാണ് അയാൾ ഇതിനെ തകർക്കുന്നത്, ഈ വിപ്ലവത്തെ. അപ്പോൾ ഴാവേറിനെ പിടികൂടിയവർ വിപ്ലവകാരികൾ കണ്ടുപിടിച്ച് ഇയാളൊരു പോലീസുകാരനാണ് എന്ന് പറഞ്ഞു, ഇയാളെ ഉടനെ കൊല്ലണം. ഇയാളെ കൊല്ലാനുള്ള ഉത്തരവാദിത്വം ഈ വയസ്സനെ ഏൽപ്പിക്കുന്നു. രാംവാൽ രംഗ് ആരെന്നൊന്നും അറിഞ്ഞുകൂടാ, ഇയാളെ കൊണ്ടുപോയി കൊല്ലാൻ പറഞ്ഞു. അപ്പോൾ രാംവാൽ രംഗ് ഇയാളെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ് സൈൻ നദിയുടെ കരയിൽ, പാരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈൻ നദിയുടെ കരയിൽ നിർത്തിയിട്ട് അയാളെ കെട്ടഴിച്ചിട്ട് രാംവാൽ പറഞ്ഞു, പോവുക, ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയിരിക്കും, നിങ്ങൾ പോകുക. അപ്പോൾ ഴാവേറിനറിയാം ഈ നിൽക്കുന്നത് രാംവാൽ രംഗാണ്. അയാൾ ചോദിച്ചു, ഞാൻ ഇത്രയും കാലവും നിങ്ങളെ ദ്രോഹിച്ചു കൊണ്ടേയിരുന്നു, നിങ്ങളിപ്പോഴും. അപ്പോഴാ ബിഷപ്പാണ് ഇയാളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതിഭീകരമായ കുറ്റബോധം. താൻ ദ്രോഹിച്ച ഒരു മനുഷ്യൻ തന്നെ ഇത്രയും കാലം കരുണ കൊണ്ട് തന്നെ ഉപദ്രവിക്കാൻ, തന്നെ ജീവൻ രക്ഷിച്ചു. ഴാവേർ പിന്നെ നിന്നില്ല, സൈൻ നദിയിൽ ചാടി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇത്രയും നേരം ഈ വായനക്കാർ മുഴുവൻ ഈ ഴാവേറിനെ വെറുത്തുകൊണ്ടിരിക്കാൻ ഈ ഒരൊറ്റ നിമിഷത്തിൽ നമ്മൾ മുഴുവൻ രാങ്ങിനെ വിട്ടിട്ട് മനുഷ്യ നന്മയുടെ ഉദാത്തമായൊരു ഭാവം ഴാവേറിൽ ഉണ്ടായിരുന്നു, അയാളൊരു ഡ്യൂട്ടിഫുൾ ആയ ഒരാളായിരുന്നു എന്ന് മനസ്സിലാക്കി അയാളെ സ്നേഹിക്കാൻ തുടങ്ങും. അയാൾ തിരിച്ചു വന്ന് ഈ മറിയൂസിനെ, പാരീസിലെ പ്രതിരോധം തകർന്നു കഴിഞ്ഞു, ഈ വിപ്ലവം തകർന്നു, അയാളെ മോചിപ്പിച്ച് കൊണ്ടുപോകണം. പരിക്കേറ്റ് കഴിഞ്ഞു, അയാൾക്ക് കൊണ്ടുപോകാൻ ഒറ്റ വഴിയുമില്ല. പാരീസിലെ സീവേജ് ലൈനുകൾ, അതായത് നഗരത്തിൻ്റെ അകത്തുള്ള മാലിന്യം പോകുന്ന വലിയ, നമ്മുടെ തിരുവനന്തപുരമാണ് കേരളത്തിലാകെ സീവേജ് ലൈനുള്ള ഏക പട്ടണം. ഇതിനകത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, ആരും ഇത് വായിച്ചിട്ട് ഇവിടെ ഇറങ്ങണ്ട. പക്ഷേ പാരീസിൽ ഇറങ്ങാൻ പറ്റും. റോമിലുണ്ട് കാറ്റക്കോംസ് എന്ന് പറഞ്ഞ് നഗരത്തിൻ്റെ അകത്തൂടെയുള്ള രഹസ്യ ഗുഹാമാർഗങ്ങളുണ്ട്. അതിനകത്തുകൂടി അതൊരു വലിയ എപ്പിക് സ്റ്റോറിയാണ്. അതിനകത്തൂടെ ഇയാളെ എടുത്തുകൊണ്ട് പോയി രക്ഷിക്കുന്നു. കഥ അവസാനം ഇയാൾ പൊങ്മെർസിയുടെ മകനാണെന്ന് തിരിച്ചറിയുന്നു. ഗിൽനോർമൻ എന്ന് പറഞ്ഞ അപ്പൂപ്പൻ ഒരിക്കലും ഈ കൊസേത്തിനെ പോലെ വളരെ താഴ്ന്ന സ്ഥിതിയിലുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ അനുവദിക്കില്ല എന്നറിയാം. അയാൾ വലിയ പ്രഭുവാണ്. പക്ഷേ ഗിൽനോർമൻ്റെ മനസ്സ് മാറുന്നു, അവളെ വിവാഹം കഴിക്കാൻ പറയുന്നു. മാത്രമല്ല ഗിൽനോർമൻ ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത വക വലിയ ഒരു തുക സ്ത്രീധനമായിട്ടാണ് അവൾ കൊണ്ടുചെന്നത്. അത്രമാത്രം പണം ആരുടെ കയ്യിലുണ്ട്? രാംവാൽ രംഗിൻ്റെ കയ്യിലുണ്ട്. കൊണ്ടുപോയിട്ട് അവസാനം അവർ സുഖമായി ആ മിഡിൽ ക്ലാസ് വീട്ടിലെ പ്രഭുഭവനത്തിൽ താമസിച്ചപ്പോൾ രാംവാൽ രംഗ് തീരുമാനിച്ചു, ഞാൻ ഇവിടെ കഴിയാനുള്ളവനല്ല, എൻ്റെ ജീവിതം ഇതിന് വേണ്ടി വിധിക്കപ്പെട്ടതല്ല. അയാളൊരു കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. വൃദ്ധനായി അയാൾ മരിച്ചു. അയാളെ പാരീസിലെ ഒരു സാധാരണ പള്ളിയിലടക്കി. വിക്ടർ ഹ്യൂഗോ നോവൽ അവസാനിപ്പിച്ചുകൊണ്ട് എഴുതുന്നു, കഴിഞ്ഞ ഏതോ കാറ്റിലും മഴയിലും ആ ശവക്കോനയുടെ അവസാനത്തെ അടയാളവും മാഞ്ഞുപോയി. ഭൂമിയിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നില്ല. സാധാരണ ആളുകൾ നായകനെ വളർത്തി വലിയ സംഭവത്തിലാക്കി. അവസാനം ഇയാൾ ആരുമേ ആയിരുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരസാധാരണ നോവലാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ബൃഹത് കഥയുടെ ഒരു ചെറിയ അംശം മാത്രമാണ്. ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ തന്നെ 2200 പേജുണ്ട്. മലയാള വിവർത്തനത്തിലുമുണ്ട് 2500 പേജ്. ഇനി ഈ വിവർത്തനത്തിൻ്റെ മാത്രം കഥ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടത് മലയാളത്തിലെ ഒരു അത്യപൂർവ സംഭവമാണ്. മലയാളത്തിലാകെ 5-6 നോവലേ ഉള്ളൂ. ആകെ കൊള്ളാവുന്ന 2-3-4 നോവൽ എഴുതി ചന്തുമേനോനും ശ്രീരാമ്പിള്ളയും കൂടെ. ഒരാൾ കോഴിക്കോട്ടിരുന്ന് എഴുതി, വേറൊരാൾ തിരുവനന്തപുരത്തിരുന്ന് എഴുതി. ഇടയ്ക്കുള്ള പ്രദേശത്തുള്ള ആളുകൾ ഇതൊക്കെ നോക്കി എന്തൊക്കെയോ എഴുതി, അതാരും വായിച്ചൊന്നുമില്ല. അങ്ങനെ ഈ 2 പ്രഭുക്കന്മാരുടെ കാലത്ത് ഇംഗ്ലീഷ് വായിക്കുന്നുള്ള ആളുകൾ അങ്ങനെ വായിച്ച് കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുകാരൻ ഒരു നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്തു, ഒരു ബൽസാക്കിൻ്റെ ഫ്രഞ്ച് നോവൽ ട്രാൻസ്ലേറ്റ്. പക്ഷെ അന്ന് നോവൽ അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യില്ല, കേരളീയമാക്കും. അതിനകത്തുള്ള കഥാപാത്രത്തിൻ്റെ പേരെല്ലാം സുരേന്ദ്രനോ ഒക്കെ ആക്കി മാറ്റിക്കളയും. കാരണം മലയാളികൾക്കല്ലേ അപരിചിതത്വം തോന്നുന്നു പറയും. കേസരി പക്ഷേ ആമുഖമായിട്ട് എഴുതി, ഞാനിത് കേരളീയ ഛായ കൊടുത്തു എന്ന് പറഞ്ഞ് ആമുഖം എഴുതി. പക്ഷേ പ്രസാധകനെ ആമുഖം വായിച്ച് വീട്ടിക്കൊണ്ടിട്ട് അത് കയറി കളഞ്ഞു. ആമുഖം ഇല്ലാതെ ഇറക്കി. അത് മലയാളികൾ മലയാള നോവലാണെന്ന് തെറ്റിദ്ധരിച്ച് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് 1923 ഇത് സംഭവിച്ചത്. ആ സമയത്ത് നാലപ്പാട്ട് നാരായണ സ്വയം ഇംഗ്ലീഷ് പഠിച്ച ആളാണ് നാലപ്പാട്ട് നാരായണ മേനോൻ. നമ്മൾ ഈ നാലപ്പാട്ട് നാരായണ മേനോൻ എന്ന പേര് കേട്ടാൽ വീട്ടിൽ 5-6 ആനയെ കൊണ്ടെന്ന് നമുക്ക് തോന്നും. ഇതൊന്നും ഇല്ലായിരുന്നു. നാലപ്പാട്ട് നാരായണ മേനോൻ ഒരു നമ്പൂതിരിയുടെ കുടിയാനായിരുന്നു. 16 വർഷമായിട്ട് കുടിയാന്മാരെ ഒഴിപ്പിക്കാൻ വേണ്ടി മേൽച്ചാർത്ത് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അറിയാമോ നിങ്ങൾക്ക്? അതായത് കുടിയാന് സമയത്തിന് പാട്ടം കൊടുത്തില്ലെങ്കിൽ മാറ്റി അങ്ങ് എഴുതും. എൻ്റെ പേരുള്ള
വടക്കുടിയായ്മ മാറ്റി വിനോസിൻ്റെ പേരിലാക്കി, ഞാൻ പെരുവഴിയിലാവും. 16 വർഷമായിട്ട് കേസ് നടത്തി മുടിഞ്ഞ് നശിച്ച് നിൽക്കുക. എൻ്റെ ഭാര്യയും മരിച്ചു. കണ്ണുനിറത്തുള്ളി എന്നൊരു വിലാപകാവ്യം എഴുതി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പ്രാണമിത്രമാണ് വള്ളത്തോൾ നാരായണ മേനോൻ. എല്ലാ ദിവസവും കാണുമ്പം ഞാൻ ഈ അടുത്താലത്തൊരു നോവൽ വായിച്ചു, വിക്ടർ യൂഗോ എന്നൊരു ഫ്രഞ്ചുകാരൻ. മഹാകവിക്ക് വള്ളത്തോളിന് ഇംഗ്ലീഷൊന്നും അറിഞ്ഞുകൂടാ. മഹാകവിയോട് കഥ പറയും. മഹാകവി ഒരു കാര്യമാണ്, ചെവിയെ കേട്ടുകൂടായിരുന്നു മഹാകവിക്ക്. ഈ മഹാകവിയെ ഈ കഥ കേൾപ്പിച്ച നാരായണമേനോൻ എന്തനുഭവിച്ച് കാണുമെന്നാണ് ഞാനെപ്പോഴും ആലോചിക്കും. എങ്ങനെ കേട്ടത്? എന്നിട്ട് മഹാകവിക്ക് കേട്ട് ആവേശം കയറി സഹിക്കാൻ പറ്റുന്നില്ല ഈ കഥ. നാരായണമേനോനെ ഇത് വിവർത്തനം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. വള്ളത്തോൾ ട്രാൻസ്ലേഷൻ വേണം, നമ്മുടെ ഭാഷ വളരണമെങ്കിൽ ട്രാൻസ്ലേഷൻ. വള്ളത്തോൾ തന്നെ വലിയ വിവർത്തകനായിരുന്നു. വാൽമീകി രാമായണം, ഋഗ്വേദം ആദ്യം പരിഭാഷപ്പെടുത്തിയ പുസ്തകം ആനവൈദ്യമായിരുന്നു എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മതംഗലീല. അദ്ദേഹം ഗജവൈദ്യം പഠിച്ച ആളാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉത്തേജിപ്പിച്ചു, വിവർത്തനം ചെയ്തു, വിവർത്തനം തുടങ്ങി. എന്നും കഥ കേൾക്കും. അവസാനം എഴുതി ഇങ്ങനെ വരികയാണ്, ഇത് അച്ചടിക്കണം. വലിയൊരു ബ്രഹ്മാണ്ഡ കടലാസ് കൂനയുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ പ്രസാധന സ്ഥാപനം, അന്നത്തെ DC ബുക്സ് മംഗളോദയമാണ് തൃശ്ശൂരിൽ. മംഗളോദയത്തിൽ ചെന്നു, ഇത് അച്ചടിക്കണം. വള്ളത്തോളും നാലപ്പാടനും അല്ലേ വരുന്നത്. ഇത്രയും വലിയ പുസ്തകം, അന്ന് കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ പുസ്തകം ശബ്ദധാര വലിയ 1500 പേജ്. അത് 2 കൊല്ലം മുമ്പ് ഇറങ്ങി തീർന്നത്. ഇത് 2500 പേജ് വരും അച്ചടിച്ച. ഇത് അച്ചടിക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല, നിങ്ങൾ പൈസ ഇറക്കിയാൽ ഞങ്ങൾ അച്ചടിച്ച് തരാമെന്ന് പറഞ്ഞു. 2 പേരുടെ കയ്യിലും വലിയ പേരേ ഉള്ളൂ, 1 രൂപയും കൈവശമില്ല. അപ്പോൾ വള്ളത്തോളിൻ്റെ ബുദ്ധി ഉണർന്നു. വള്ളത്തോൾ പറഞ്ഞു, എൻ്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ പണയമായി വയ്ക്കുന്നു, നിങ്ങൾക്ക് 1 കൊല്ലത്തിനകം പൈസ തിരിച്ചു തരാം, അച്ചടിച്ച് തന്നാൽ മതി. അപ്പോൾ കേരളത്തിലെ നോവൽ ഉണ്ടാവുകയാണ്. 2 കവികൾ ചേർന്നാണ് അത് ഉണ്ടാക്കിയത്. അതെടുത്ത് അച്ചടിക്കാൻ കൊടുത്തു. 1925 ഏപ്രിൽ 4-ാം തീയതി, ഏപ്രിൽ 28-ാം തീയതി അത് അച്ചടിച്ച് ആദ്യത്തെ കോപ്പി കിട്ടി. പിന്നെ വള്ളത്തോൾ ചെയ്തത്, നാലപ്പാടനെയും കൂട്ടി ഒരു ചുമട്ടുകാരനെയും കൊണ്ട് ഈ പുസ്തകവും തലച്ചുമടായി കേരളം മുഴുവൻ യാത്ര ചെയ്ത് എല്ലാവർക്കും ഇത് വിൽക്കും. വഴിയെ പോണവർക്കൊന്നുമല്ല, വലിയ ജന്മി കുടുംബങ്ങളിലാണ് വിറ്റത്. കാരണം 3 രൂപയാണ് ഒരു പുസ്തകത്തിൻ്റെ വില. 3 രൂപ കൊടുത്ത് 1925, ഇന്നേക്ക് കൃത്യം 100 കൊല്ലം മുമ്പ് ഇത് വാങ്ങാൻ ശക്തിയുള്ളവരെ വേണം. പാലായിലൊക്കെ വന്നിട്ടുണ്ട്. അവസാനം കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ പോയൊരു കഥയുണ്ട്. ആര്യവൈദ്യശാലയിൽ പോയി സാക്ഷാൽ വൈദ്യരത്നം PS വാര്യരുള്ള സമയമാണ്. വാര്യരെ ചെന്ന് കണ്ടു. വാര്യർക്ക് 1 കോപ്പി കൊടുത്തു. എന്നിട്ട് അപ്പോൾ വാര്യർ അത് സന്തോഷത്തോടെ വാങ്ങിച്ചു. വള്ളത്തോളല്ലേ തരുന്നത്, അടുത്ത് ഒന്നുകൂടെ കൊടുത്ത്. അപ്പോൾ വാര്യർ ഞെട്ടി. അവർ ഇതാർക്കാന്ന് ചോദിച്ചു. അത് ഞാൻ വൈദ്യം PS വാര്യർക്ക് ആദ്യത്തെ കോപ്പി തന്നെയാണ്. ഇതാർക്കാന്ന് ചോദിച്ചാൽ ഇത് വൈദ്യരത്നം PS വാര്യർക്കാണെന്ന് പറഞ്ഞു. അപ്പം 3ാമത്തത് കൊടുത്ത് ഇതാർക്കാന്ന് ചോദിച്ചാൽ അത് കോട്ടക്കൽ ആര്യവൈദ്യശാല മാനേജിങ് ട്രസ്റ്റി PS വാര്യർക്കാന്ന് പറഞ്ഞു. 3 എണ്ണം വിറ്റ് 10 രൂപയ്ക്കായി. അപ്പോൾ PS വാര്യർ പറഞ്ഞ്, എന്നാണ് നാരണം എന്നെ 1 എണ്ണം കൂടി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ വള്ളത്തോൾ ചോദിച്ചു, അതാർക്കാ? അത് കഴകക്കാരൻ വാര്യർക്കാന്ന് പറഞ്ഞു. ഉലത്തൊഴിൽ കഴകമാണല്ലോ വാര്യരുടെ. അങ്ങനെ പറഞ്ഞൊരു കഥയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സത്യമാണോ ഇല്ലെന്ന്. ശരിയായിരിക്കും. കാരണം PS വാര്യരുടെ ഡയറി കുറിപ്പുകളിൽ ഡേറ്റ് വെച്ച് എഴുതിയിട്ടുണ്ട്. വള്ളത്തോൾ നാലപ്പാടന് വന്നിരുന്നു, 10 രൂപ കൊടുത്തു, പാവങ്ങളെ വിൽക്കാനാണ് വന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മിക്കവാറും വള്ളത്തോൾ 4 എണ്ണം 5 എണ്ണം കൊടുത്തോന്ന് എനിക്ക് സംശയമുണ്ട്. അവിടെ പോയി നമ്മുടെ KC നാരായണ നമ്പ്യാർ എന്ന് പറഞ്ഞ് ഒരു രസികനായ ഒരു കവി തലശ്ശേരിയുണ്ട്. ഭാഷാഭൂഷൺ എഡിറ്ററൊക്കെ ആയിരുന്ന ആളാണ്. പരമരസികനായിരുന്നു KC നാരായണ നമ്പ്യാരെ കാണാൻ പോയി. തലശ്ശേരിയിലെ പ്രമാണിമാർക്കെല്ലാം വിൽക്കും. തലശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വാങ്ങിച്ചത് 2 നായർ ജന്മിമാരാണ്, കല്യാട്ടും കൂടാളിയും. രാജഗോപാലിൻ്റെ കുടുംബത്തിൽ കാണും പഴയ പുസ്തകം. അങ്ങനെ 10 കോപ്പിയൊക്കെ വിറ്റിരുന്നത്. അങ്ങനെ 1 വർഷം കൊണ്ട് പൈസ മുഴുവൻ തിരിച്ചെടുത്തു. വള്ളത്തോളിൻ്റെ ആ മാർക്കറ്റിംഗ് വൈദഗ്ധ്യമാണ്. വള്ളത്തോൾ കൊണ്ട് നടന്ന് പുസ്തകം വിറ്റ ആൾ. അത് കഴിഞ്ഞ് കൊണ്ട് നടന്ന് പുസ്തകം വിറ്റ ആൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ എന്നൊരു കാര്യം കൂടെ ഉണ്ട്, വായിച്ചു തീർന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നും കൂടി പറഞ്ഞു. കാരണം എല്ലാം ചെറിയ പുസ്തകമാണല്ലോ, വിറ്റു പൈസ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട്. ഇങ്ങനെയാണ് കേരളത്തിലെ എഴുത്തുകാർ വളർന്നത്. അവർ വായിൽ വെള്ളിക്കടരണ്ടിയായിട്ട് വളർന്നവരൊന്നും ആയിരുന്നില്ല. പണ്ട് ഇവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ ഫാഷൻ ആവുന്നതിന് മുമ്പ് കോവളത്തൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി. വളരെ എലീറ്റായി കുറച്ച് ആളുകളെ മാത്രം വിളിച്ച് കോവളത്തൊരു ഫെസ്റ്റിവൽ നടത്തി.
നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരും, മലയാളികളെ ഒന്നും വിളിച്ചില്ല. ഇഡിയറ്റ്സിനൊന്നും വിളിക്കേണ്ടെന്ന് തീരുമാനിച്ചു. എന്നാൽ ഉദ്ഘാടനത്തിന് ഒരു മലയാളി വേണം, അത് എം ടി വാസുദേവൻ നായർ. അദ്ദേഹമാണല്ലോ ഏറ്റവും ഗ്ലാമറുള്ള ആൾ. അപ്പോൾ എം ടി അവിടെ ചെന്നിട്ട് എം ടിക്ക് ഇതിൻ്റെ അന്തരീക്ഷം മനസ്സിലായി. ഉടനെ എം ടി ഒരു പ്രസംഗം നടത്തി. കേരളത്തിലെ എഴുത്തുകാർ പുസ്തകം തലച്ചുമടായിക്കൊണ്ട് നടന്ന് വിറ്റ് ദരിദ്രന്മാരായിരുന്നു, അവരിതുപോലെ പരിഷ്കൃത സദസ്സുകളിലൊന്നും ഇരുന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞൊരു വലിയ പ്രസംഗം നടത്തി. അപ്പോൾ സംഘടകർക്കെല്ലാം മനസ്സിലായി എം ടി എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് വിറ്റ് പൈസ കൊടുത്തിട്ട് 1927 രണ്ടാമത്തെ വള്ളി അച്ചടിക്കുന്നു, 28 മൂന്നാമത്തെ വള്ളി വച്ചടിക്കുന്നതോടെ പാവങ്ങൾ 2508 പേജുള്ള പാവങ്ങൾ പൂർത്തിയാകും. 1928 ഈ പുസ്തകം പൂർത്തിയാകുമ്പോഴേക്കും നൂറുകണക്കിന് ആളുകൾ അത് വായിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ പോണ വഴിക്കാണ് EMS നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായ യുവ കോൺഗ്രസ് പ്രവർത്തകനെ കാണുന്നു. നാലപ്പാട് അപ്പോഴേ 3 രൂപയ്ക്ക് പുസ്തകം അടിച്ച് EMSൻ്റെ തലയിൽ കയറ്റുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് EMS പിൽക്കാലത്ത് അതിനെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട്. പക്ഷെ അത് വായിച്ച് ഞാൻ മാറിപ്പോയി എന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1928 ഈ പുസ്തകം പൂർത്തിയായി. അപ്പോഴേക്കും കേരളത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട എഴുത്തുകാർ, എഴുതാനിരിക്കുന്നവർ ഇത് വായിച്ച് ഇങ്ങനെയും അതുവരെ തെണ്ടിയും വേശ്യയും കൊള്ളക്കാരനും ഒന്നും കഥാപാത്രമായിട്ടില്ലല്ലോ. ഇന്ദുലേഖ അനന്തപത്മനാഭനും അടിയൻ ലച്ചിപ്പോയും ഒക്കെ അല്ലേ ഉള്ളൂ നോവലിൽ. ഇത് സാധാരണക്കാരൻ കഥാപാത്രമാണ്. ആ സമയത്ത് കരുവാറ്റ സ്കൂളിൽ പഠിക്കുന്ന ശിവശങ്കരപിള്ള എന്നൊരു പയ്യനൊരു കഥയും എഴുതി, സാധുക്കൾ. ആദ്യത്തെ കഥയാണ്. പിന്നീട് തകഴി ശിവശങ്കരപിള്ള എന്ന പേരിൽ അറിയപ്പെട്ടു. ആദ്യത്തെ കഥയുടെ പേര് കണ്ടല്ലോ, സാധുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? പാവങ്ങൾ. അങ്ങനെ ആദ്യ കഥ എഴുതും. അങ്ങനെ കേശവദേവ് പറഞ്ഞു, ഈ ദുർഗന്ധമലീമസമായ സ്ഥലങ്ങളിൽ നിന്ന് വിക്ടർ ഹ്യൂഗോ കഥാപാത്രങ്ങളെ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയെടുക്കുന്ന കാഴ്ച എന്നെ വിസ്മയിപ്പിച്ചു. എഴുത്തുകാർ മുഴുവൻ അന്നത്തെ, പിന്നീട് വലിയ പ്രമാണിമാരെ എല്ലാ എഴുത്തുകാരും വന്ന് ചെറുപ്പക്കാരാണ്. ഉറൂബൊക്കെ പറഞ്ഞു, ആ പുസ്തകം വായിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് കുട്ടീഷന്മാരാർ പറഞ്ഞത്, രാമായണം പോലെ വിളക്ക് വെച്ച് വായിക്കേണ്ട പുസ്തകമാണ്. ഞാൻ അങ്ങനെയാണത് വായിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇങ്ങനെ ഈ പുസ്തകം ലോകത്ത് മുഴുവൻ മലയാളത്തിൻ്റെ ഒരു വലിയ പരിവർത്തനം, മാരാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വലിയ വിക്ഷോഭവും ഒരു മഹനീയ പരിവർത്തനവും ഉണ്ടാക്കിയ പുസ്തകം എന്ന് പറഞ്ഞു. മുണ്ടശ്ശേരി മാസ്റ്റർ പറഞ്ഞു, കഴിഞ്ഞ പുരുഷാന്തരത്തിലെ പുതിയ സാഹിത്യത്തിൻ്റെ അന്തരീക്ഷം മുഴുവൻ ഉണ്ടാക്കിയത് ഇതാണ്. യഥാർത്ഥത്തിൽ മലയാളത്തിലെ പുതിയ നോവലിസ്റ്റുകൾ, അതായത് സാമാന്യ ജനങ്ങളുടെ ജീവിതം ചിത്രീകരിക്കുന്ന, സ്വാതന്ത്ര്യ സമരം, കമ്മ്യൂണിസം, വിപ്ലവം ഇതൊക്കെ ചിത്രീകരിക്കുന്ന റിയലിസ്റ്റ് സാഹിത്യം, തകഴി, കേശവദേവ്, ബഷീർ, പൊറ്റക്കാട് തുടങ്ങിയ വലിയ എഴുത്തുകാർ മുഴുവൻ പുറത്തു വന്നത് നാലപ്പാട്ട് നാരായണ മേനോൻ്റെ പാവങ്ങൾ പരിഭാഷയിലൂടെയാണ്. ആ പരിഭാഷയുടെ ഇമ്പാക്റ്റ് അതാണ് നമ്മൾ വായിച്ചുകൊണ്ട്. നമ്മളിങ്ങനെ ബഷീറിൻ്റെ കള്ളന്മാരായ കഥാപാത്രങ്ങളെ വായിക്കുമ്പോൾ ഇത് മുഴുവൻ എവിടുന്നാണ് ഈ ധൈര്യം വന്നത്? അതാണ് ഈ പാവങ്ങൾ എന്ന് പറഞ്ഞ നോവലിൻ്റെ ഒരു വിവർത്തനത്തിന് 100ാം വർഷം നമ്മൾ ഈ വിദൂര നഗരത്തിലിരുന്ന്, പാരീസിൽ നിന്ന് എത്രയോ അകലെയാണ് നമ്മളിങ്ങനെ ഇവിടെ വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഫ്രഞ്ച് അംബാസഡർ വരുന്നുണ്ട്, എനിക്ക് ഫ്രഞ്ച് അംബാസഡറെ കാണുമ്പം പാവങ്ങളെക്കുറിച്ച് കുറച്ച് പറയണം. എന്തൊക്കെ പറയണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും പറയണം, നെഹ്റു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഇനി അങ്ങനെ നെഹ്റുവിനെ അറിയായിരിക്കും എന്നൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട് എന്നോട്. അപ്പം നെഹ്റു അല്ലേ അറിയായിരിക്കും. അങ്ങനെ ഈ മാറ്റം ഇവിടെ മാത്രമല്ല, ഈ പുസ്തകം ഇറങ്ങിയതൊരു സംഭവമായിട്ടാണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ 5 മിനിറ്റ് കൂടി സമയമെടുത്തുകൊള്ളട്ടെ. 10 മിനിറ്റ് കൂടി എടുക്കല്ലേ. വിക്ടർ ഹ്യൂഗോ ഈ കഥ എഴുതുമ്പോൾ വിക്ടർ ഹ്യൂഗോയ്ക്ക് ഒരിടവും പോകാനില്ലായിരുന്നു. വിക്ടർ ഹ്യൂഗോയ്ക്ക് സ്വന്തം രാജ്യത്ത് ഭ്രഷ്ടനായിരുന്നു. അദ്ദേഹം സ്വന്തം രാജ്യത്തെ രാജഭരണത്തെ എതിർത്ത് രാജാവിനെ ചതിയെന്ന് വിളിച്ചു. അത് പാർലമെൻ്റ് അംഗം അദ്ദേഹം. അതോടെ രാജ്യഭ്രഷ്ടനെ. ഒരിടത്തും താമസിക്കാൻ പറ്റില്ല. ബ്രസൽസിൽ ചെന്നപ്പോൾ അവിടുന്ന് പുറത്തായി. അവിടുന്ന് അവസാനം ബ്രിട്ടീഷുകാരുടെ വക ഗേൺസി എന്ന് പറഞ്ഞ ദ്വീപിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ആ ദ്വീപിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നോവൽ എഴുതിയത്. ഈ നോവൽ എഴുതി 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷമേ അദ്ദേഹത്തിന് ഫ്രാൻസിൽ കാലുകുത്താൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഫ്രാൻസിലെ ഏറ്റവും വലിയ ലിറ്റററി ഹീറോ ആയിരുന്നു അദ്ദേഹം. പക്ഷേ സ്വന്തം നാട്ടിൽ പോകാൻ പറ്റില്ല. ഈ പാവങ്ങളിൽ ലോകം മുഴുവൻ കീഴടക്കി 10 കൊല്ലം കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ, പിന്നെ അധികാരം അദ്ദേഹം ജീവിച്ചുമില്ല. പാവങ്ങൾ ആ നിമിഷം മുതൽ ലോകത്തുള്ള എല്ലാ ഭാഷകളിലേക്കും അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു സാധാരണ പ്രസാധകനാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് ഒപ്പുവെച്ചത്. ഇത് ലോകത്ത് ആദ്യത്തെ എംബാർഗോ ഉള്ള ബുക്ക് പ്രസിദ്ധീകരണമായിരുന്നു. സാധാരണ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് പത്രങ്ങൾക്ക് ഇതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കും, ചില ചാപ്റ്ററുകൾ മുൻകൂട്ടി പ്രസിദ്ധീകരിക്കും. പക്ഷേ പാവങ്ങൾക്കത് സംഭവിച്ചില്ല. കാരണം ഇതിൻ്റെ കോപ്പി പുറത്തു പോയാൽ വ്യാജൻ വരും, ഫേക്ക് എഡിഷൻസ് വരും എന്ന് പറഞ്ഞാൽ പുറത്തുവിട്ടില്ല. റോഡിലും മുഴുവൻ, പാരീസിലും മുഴുവൻ പരസ്യപ്പലകൾ വെച്ചാണ് ഈ നോവൽ വരുന്നു എന്ന് പറഞ്ഞത് വിറ്റത്. ഈ നോവൽ ഇറങ്ങിയ ദിവസം തന്നെ യൂറോപ്പിലെ എല്ലാ നഗരങ്ങളിലും ഒരേ ദിവസമാണിത് ഫ്രഞ്ച് ഭാഷയെ പ്രസിദ്ധീകരിച്ചത്.
അപ്പോൾ തന്നെ ട്രാൻസ്ലേഷൻ റൈറ്റ്സ് വിറ്റു. എന്നാൽ അമേരിക്കയിൽ അന്ന് കോപ്പിറൈറ്റ് നിയമം ബാധകമല്ലായിരുന്നു. അതായത് അമേരിക്കൻ പൗരരല്ലാത്ത ആർക്കും അമേരിക്കയിൽ കോപ്പിറൈറ്റ് ഇല്ല. അതുകൊണ്ട് ഈ നോവല് 1862 ഏപ്രിൽ 4 പ്രസിദ്ധീകരിക്കുന്നത്, ആദ്യത്തെ വോള്യം പ്രസിദ്ധീകരിക്കുന്നത്. അത് പ്രസിദ്ധീകരിച്ച അതേ ദിവസം അമേരിക്കയിൽ ഫ്രഞ്ചിൽ തന്നെ പാരീസിൽ ആദ്യത്തെ എഡിഷൻ 6000 കോപ്പി അടിച്ച്, അമേരിക്കയിൽ ഇത് 25,000 കോപ്പി അടിച്ച്. ഒരു പൈസയും പബ്ലിഷർക്കും കൊടുത്തില്ല, വിക്ടർ ഹ്യൂഗോയ്ക്കും കൊടുത്തില്ല. എന്നിട്ട് അമേരിക്കക്കാർ പടപെടാന്ന് ട്രാൻസ്ലേഷൻസ് നടത്തി ആ വർഷം തന്നെ. അതേസമയം ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിൽ കോപ്പിറൈറ്റ് നിയമമുണ്ട്. ഇംഗ്ലണ്ടിൽ ഒരാൾ ചാൾസ് വിൽബർ എന്ന് പറഞ്ഞ ഒരാൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അല്ല, ചാൾസ് വിൽബർ അല്ല, വേറൊരു മിലിറ്ററി ഹിസ്റ്റോറിയനാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാട്ടർലൂ യുദ്ധത്തെക്കുറിച്ച് ഇയാൾ എഴുതിയിരിക്കുന്നത് ശരിയല്ല. കാരണം വാട്ടർലൂ യുദ്ധം ജയിച്ചാരാ? ബ്രിട്ടീഷുകാരാ. അപ്പോൾ ഫ്രഞ്ചുകാരുടെ കാഴ്ചപ്പാടിൽ എഴുതിയത് ശരിയില്ല. അതുകൊണ്ട് അദ്ദേഹം മടിച്ചു നിന്നില്ല, മുഴുവൻ തിരുത്തി എഴുതി. വാട്ടർലൂവിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് ബ്രിട്ടീഷ് കാഴ്ചപ്പാടിൽ മുഴുവൻ തിരുത്തി എഴുതി. വലിയ ചാൾസ് റാക്സാൾ എന്ന പേരുള്ള ഒരാളാണ് അദ്ദേഹം. അവസാനം ഈ പുസ്തകം പുറത്തിറങ്ങിയപ്പോഴും നാട്ടുകാർ ചീത്ത പറയാൻ തുടങ്ങി, ഇത് കൊലച്ചതിയായിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷേ പബ്ലിഷർക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. ഇയാളുടെ ട്രാൻസ്ലേഷൻ്റെ പേരിലാണ് കോപ്പിറൈറ്റ് വാങ്ങിയിരുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് പുതിയ ഒരു ട്രാൻസ്ലേഷൻ പബ്ലിഷ് ചെയ്യാനേ കഴിഞ്ഞില്ല. 1925 മലയാളം ട്രാൻസ്ലേഷൻ വന്നു. നമ്മൾ അമേരിക്കൻ ട്രാൻസ്ലേഷൻ നോക്കിയാണ് ചെയ്തത്. 1958 ഇതിൻ്റെ കോപ്പിറൈറ്റ് കഴിഞ്ഞ് നോർമൻ ഡെന്നി എന്ന് പറഞ്ഞൊരു സാഹിബ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മാത്രമേ ബ്രിട്ടീഷുകാർക്ക് വീണ്ടും ഒരു പാവങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കാൻ കഴിഞ്ഞു. പക്ഷേ അമേരിക്കൻ എഡിഷൻ അവിടെ അവൈലബിൾ ആയിരുന്നു. ഇത് റഷ്യയിലെ ട്രാൻസ്ലേഷൻ റൈറ്റ് ആ വർഷം തന്നെ വിറ്റു 1862. പക്ഷേ സാറിൻ്റെ സെൻസേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു, സാമ്രാജ്യത്തെ വിമർശിക്കുന്ന പുസ്തകം ഇവിടെ ഇറക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് മാത്രമേ അവിടെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. ഏറ്റവും വിചിത്രമായ കഥ ചൈനയിലേതാണ്. ചൈനയിൽ 1903 ഒരു ബുദ്ധ സന്യാസി ഇത് വിവർത്തനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ 1 ലോക യുദ്ധം വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത പേപ്പർ പബ്ലിഷിംഗ് സ്ഥാപനം കത്തിപ്പോയി. ബുദ്ധ സന്യാസി വിട്ടില്ല, വീണ്ടും ട്രാൻസ്ലേഷൻ ആരംഭിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കന്യാസി മരിച്ചു, വേറെ 2 പേര് ചേർന്ന് ഏറ്റെടുത്തു. അപ്പോൾ മാവോയുടെ സാംസ്കാരിക വിപ്ലവം വന്നു. അപ്പോഴേ 2 ട്രാൻസ്ലേറ്റർമാരെ പിടിച്ച് ജയിലിട്ടു. അതോടെ ആ ട്രാൻസ്ലേഷൻ മുടങ്ങി. ഭാര്യയും ഭർത്താവും കൂടെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് മരിച്ചു, ഭാര്യ ട്രാൻസ്ലേഷൻ മുന്നോട്ട്. അങ്ങനെ 1995 മറ്റോ ആണ് ചൈനയിൽ ആ ട്രാൻസ്ലേഷൻ പുറത്തിറങ്ങിയത്. മലയാളി ഭാഗ്യവാനാണ്. നമ്മൾ 1925 തന്നെ ഈ പുസ്തകം വിവർത്തനം ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ പുസ്തകം എത്ര തവണ ഈ പാവങ്ങളുടെ കഥ സിനിമയായി, നാടകമായി, ചിത്രകഥയായി എന്ന് ആർക്കും അറിഞ്ഞു. ഏതൊക്കെ തമിഴിലൊക്കെ ഉണ്ട്. 7 തോഴനായിട്ട് MGR ആയിരിക്കും വരുന്നത്, പക്ഷെ സംഗതി ആരാ? മറ്റേ കഥയാണ് കിടക്കുന്നത്. അപ്പോൾ വണ്ടി പൊക്കലൊക്കെ ഉണ്ട് അതിനകത്ത്. ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയതാണ്. ഇങ്ങനെ 100 കണക്കിന് ഭാഷകളിൽ 100 കണക്കിന് സിനിമ എല്ലാത്തിനും പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് തരിരിപ്പുണ്ട്. വിക്ടർ ഹ്യൂഗോയും ജാങ് വാൽജാങ്ങും ഇരിപ്പുണ്ട്. അതാണ് ഈ മഹത്തായ പുസ്തകത്തിൻ്റെ കഥ. ഈ ട്രാൻസ്ലേഷനെ കുറിച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ ട്രാൻസ്ലേഷൻ പുറത്തിറങ്ങിയപ്പോൾ കേരളത്തിൽ പത്രങ്ങളും പണ്ഡിതന്മാരും എല്ലാം കൂടി നാരായണ മേനോൻ്റെ മണ്ടക്കടിക്കാൻ തുടങ്ങി. ആ ഫ്രഞ്ച് ശൈലി അതേപടിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് അദ്ദേഹം. അതിന് ഇംഗ്ലീഷിൽ അതേ വാക്യമായിരുന്നു. അപ്പം മലയാളീകരണമൊന്നുമില്ല. ജാങ് വാൽ ജാങ് എന്ന് പറഞ്ഞ പേര് തന്നെ പ്രശ്നമായിപ്പോയി. ഇത് ആർക്കെങ്കിലും ഉച്ചരിക്കാൻ പറ്റുമോ? നമ്മൾ കേരളീയമായി വെച്ച് വരച്ച് മറ്റെന്താ നരസിംഹൻ എന്ന് കേൾക്കും. അതല്ല, മാത്രം ഉത്തരേന്ത്യൻ പേരാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിംഗല സിംഹൻ എന്ന് കേട്ടുള്ളത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉഷ്ടതര വിശ്വവിദ്യാലയം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകളാണ്. അന്നത്തെ പഴയ ട്രാൻസ്ലേഷനാണ്. അപ്പോൾ അങ്ങനെ ഇത് ഈ നാലപ്പാടം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളുണ്ട്. ആയിരുന്നു സംഗ്രഹിച്ച്, ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല, കഥസാരം. അത് സാക്ഷാൽ കെ സി മാമാപ്പിള ഈ പാവങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് നാലപ്പാടിന് 3 കൊല്ലം മുമ്പാണ്. സരസ്വതി എന്ന പേരിലാണ്. കൊസത്തിൻ്റെ പേരാണ് സരസ്വതി. ഇയാൾ ഫന്ദീൻ്റെ പേര് കാന്തിമതി. അപ്പം അതിനേക്കാളും വിചിത്രം ജാങ് വാൽ ജാങ്ങിനെ മാമാപ്പിള വിട്ടില്ല, ആസുര കേസരി എന്ന് പേരിട്ട് കളഞ്ഞു. അങ്ങനെ അത് മനോരമ 2 വോളിയായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സരസ്വതി എന്ന പേരിൽ. പക്ഷെ അത് കഥ ചുരുക്കി ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. പക്ഷെ ആളുകളെ അത് അറിയിക്കാനുള്ളൊരു വലിയ വാസന. നമ്മുടെ കേരളീയ അന്തരീക്ഷമാക്കുന്നത് വായനക്കാരെ സഹായിക്കാനാണ്. പക്ഷെ നാലപ്പാടൻ്റെ അതല്ല. ഒരു നഖം പോലും കളയില്ല എന്ന് പറയില്ല ആളുകൾ. ഒന്നും കളയാതെ അതേപടി. അപ്പോൾ ആളുകൾക്ക് പരിചയമില്ലാത്ത വാക്യഘടന, പ്രയോഗങ്ങൾ, ശൈലികളൊക്കെ മലയാളീകരിച്ച് ഒരുപാട് അബദ്ധം അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ചില പുതിയ പ്രയോഗങ്ങളൊക്കെ നടത്തി.
ആ പുതിയ പ്രയോഗങ്ങൾ ആളുകൾ ചീത്ത പറഞ്ഞു കൊന്നു, ശൈലീഭംഗം എന്ന് പണ്ഡിതന്മാർ യാഥാസ്ഥ്യം ചീത്ത പറഞ്ഞു. പക്ഷേ ആ ശൈലീഭംഗങ്ങളെല്ലാം പിന്നീട് മലയാള ശൈലിയായി മാറി. നിങ്ങൾ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുന്നു എന്ന് പറയാറുണ്ടോ? ജ്യോതി ഒരിക്കലും പറഞ്ഞിട്ടില്ല. സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചു, അത് നാരായണമേനോൻ്റെ ട്രാൻസ്ലേഷനാണ്. വായിൽ വെള്ളിക്കയിലുമായി ജയിക്കുക എന്ന് മലബാർ രീതിയിൽ എഴുതി, കയ്യിലെന്ന എഴുതിയ നമ്മളതിനെ കരണ്ടിയാക്കി. പിന്നെ മൂക്കുമുട്ട കുടിക്കുക എന്നൊരു പ്രയോഗമില്ലേ, മൂക്കുമുട്ട കുടിച്ചു എന്നെല്ലാവരും പറയുന്നത്, അത് പാവങ്ങളിലൂടെ മലയാളത്തിൽ പ്രചരിച്ച ഒരു ശൈലിയാണ്. പിന്നെ തങ്കലിപികളിൽ എഴുതുമല്ലോ നമ്മൾ എന്തെങ്കിലും ഒരുത്തം മറിഞ്ഞു വീണാലും തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ടതെന്ന് പ്രസംഗിച്ച് കളയും. അപ്പോൾ ആ തങ്കലിപി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ പാവങ്ങൾ വിവർത്തനത്തിൽ ആണ്. ഇങ്ങനെ അതിവിശുദ്ധം പിന്നീട് മലയാളി നിത്യനാണയങ്ങളായി ഉപയോഗിക്കുന്ന എത്രയെങ്കിലും ശൈലി പ്രയോഗങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് ഈ മനുഷ്യനാണ്. ഇത് ഒരു സാധാരണ കുറ്റവാളിയുടെ കഥയാണ് നിങ്ങൾ ഇതുവരെയും കേട്ടത്. ഈ കുറ്റവാളി മനുഷ്യത്വത്തിലേക്ക് ഉണരുന്ന ഒരാളാണ്. അയാൾ മനുഷ്യത്വത്തെ വീണ്ടെടുക്കാനാണ് ശ്രമിച്ചത്. അയാൾ അസാധാരണമായ ഒരു കർമ്മവും ചെയ്തതേയില്ല. അയാൾ ഒരു വിപ്ലവവും നയിച്ചില്ല. ലോകത്തിന് വേണ്ടി ഒരു ദർശനവും എഴുതിയില്ല, ഒരു പുസ്തകവും എഴുതിയില്ല. പുസ്തകം വായിക്കാൻ അറിയാമായിരുന്നു എന്നുള്ളതൊഴികെ മറ്റൊന്നും അയാൾ ചെയ്തില്ല. എന്നാൽ മനുഷ്യത്വമാണ് ചെളിയിൽ കിടക്കുന്ന മനുഷ്യനെ ദുരന്തത്തിലും വേദനയിൽ നിന്ന് ഉയർത്തിയെടുക്കലാണ് രാഷ്ട്രീയത്തിൻ്റെയും സമത്വത്തിൻ്റെയും മാനവ ജീവിതത്തിൻ്റെയും മതത്തിൻ്റെയും എല്ലാം അന്തിമ ലക്ഷ്യം എന്ന് പറഞ്ഞു. ജീവിതത്തിൽ അദ്ദേഹം കത്തോലിക്കനായിരുന്നു, പക്ഷെ ഒരിക്കലും അദ്ദേഹം പള്ളിയിൽ പോകുന്ന പ്രാക്ടീസിങ് കത്തോലിക്കനായിരുന്നില്ല. പള്ളിയുടെ കടുത്ത വിരുദ്ധൻ കൂടിയായിരുന്നു. ഇതിനകത്ത് ഒരൊറ്റ സന്ദർഭം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അശ്വത്ഥാമാഹത കുഞ്ചര എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. യുധിഷ്ഠിരനോട് പറഞ്ഞ് യുദ്ധം ജയിക്കണമെങ്കിൽ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ദ്രോണനോട് പറയണം, അദ്ദേഹം തളരും. അപ്പോൾ സത്യം മാത്രമേ പറയൂ, ഒരു കള്ളവും പറഞ്ഞിട്ടില്ല യുധിഷ്ഠിരനെ പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ പോയി കള്ളം പറയാൻ തയ്യാറായി. പക്ഷെ അപ്പോഴും ആ മനസാക്ഷിയെ ഒറ്റുകൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് അശ്വത്ഥാമാഹത കുഞ്ചര എന്നുകൂടി പറയാം. ആനയാണ് എന്ന് തനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. ഞാൻ കള്ളം പറഞ്ഞില്ല. പണ്ടൊരു കഥകളി നടൻ പറഞ്ഞ പോലെ സായിപ്പന്മാർക്ക് വേണ്ടി മുമ്പ് കളിച്ചു, വിശദമായിട്ടും കളിച്ചു. അപ്പോൾ ചോദിച്ചു, എന്തിനാ ഈ ഇത് അറിഞ്ഞുകൂടാത്ത സായിപ്പിൻ്റെ മുമ്പ് ഇത്രയും കളിക്കുന്നതെന്ന്. അപ്പോൾ കഥകളി നടൻ പറഞ്ഞു, ആട്ടവിളക്ക് ഉണ്ടായിരുന്നില്ലേ, ആട്ടവിളക്കത് കാണുന്നുണ്ടല്ലോ ഈ കള്ളം കാണിച്ചാലെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ സിസ്റ്റർ സിംപ്ലി എന്ന് പറഞ്ഞ സിസ്റ്ററുണ്ട്. കൊസത്തിൻ്റെ അമ്മ ഫന്തീൻ കിടക്കുന്ന ആശുപത്രിയിൽ. സിംപ്ലീൻ്റെ പ്രത്യേകത പാരീസിൽ മുഴുവൻ അവരറിയാം, പരമകാരുണികയാണ്. ഒരു കള്ളവും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. അവസാനം കോടതിയിൽ നിന്ന് പോലീസിൽ നിന്ന് മുങ്ങി അവസാന നിമിഷത്തിൽ ഫന്തീനെ കാണാനായിട്ട് വന്ന് മദലിയൻ ഇങ്ങനെ നിൽക്കുമ്പോൾ സിംപ്ലീനുണ്ട് മുറിയിൽ. ആ സമയത്ത് പോലീസ് കയറി വന്നു. സിംപ്ലീനെ അയാളെ മറച്ചു നിർത്തി. ജാവേർ വന്ന് ചോദിച്ചു, ഇയാൾ ഇവിടെ വന്നോ? ഇയാൾ ഈ മുറിയിൽ വരുമെന്നറിയാം. അയാൾ ആരെങ്കിലും ഒളിച്ചു വയ്ക്കുന്നു, വലിയ കുറ്റകൃത്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ സിംപ്ലീൻ കള്ളം പറയുന്നില്ല. അപ്പോൾ സിംപ്ലീൻ പറഞ്ഞു, ഈ മുറിയിൽ അയാളെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? വേറെ ആരും ഇല്ല ഈ മുറിയിൽ നിന്നാണ് ജാവേർ മനസ്സിലാക്കിയത്. ഈ മുറിയിൽ കള്ളം പറഞ്ഞതേ ഇല്ല, ഈ മുറിയിൽ അയാളെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ക്രിസ്തുവിന് സദൃശയായി തീർന്നു ആ സ്ത്രീ. ഞാൻ എല്ലാവരെയും വീണ്ടെടുക്കുന്നവനാണ്, രക്ഷയുടെ മാർഗമാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പള്ളിയെ തള്ളി പറഞ്ഞ ഈ മനുഷ്യൻ ക്രിസ്തുവിലേക്കും ഗാന്ധിയിലേക്കും സമത്വത്തിലേക്കുമൊക്കെയും നാം നയിക്കുകയായിരുന്നു. നാം അതുകൊണ്ട് ഈ 100-ാം വർഷത്തിൽ വിക്ടർ യൂഗോയെയും നമസ്കരിക്കുന്നു, ആലപ്പാട്ട് നാരായണ മേനോനെയും. ഒപ്പം ആ പുസ്തകത്തെ മലയാളിക്ക് നൽകുന്നതിന് വേണ്ടി ഒരു മനുഷ്യനും ചെയ്യത്ത മഹാത്യാഗം അനുഭവിച്ച മഹാകവി വള്ളത്തോൾ നാരായണ മേനോനെയും നാം നമസ്കരിക്കുന്നു. 1950-കളിൽ മാതൃഭൂമി അത് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് കേരളത്തിലെ എല്ലായിടവും പാവങ്ങൾ എത്തിച്ചേർന്നത്. ഇത്രയും നേരത്തെ ക്ഷമാപൂർവ്വം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം.